പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തി സപാതു നഃ. യാവദസ്യ അസ്വാതന്ത്ര്യം താവദീശ്വരതോ ഭയം. ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ ഒരു ശ്ലോകമാണ്. എത്ര കാലം നാനാത്വമുണ്ടോ അത്ര കാലം അസ്വാതന്ത്ര്യമുണ്ട്. ആത്മജ്ഞാനം വരാത്ത കാലത്തോളം താവത് നാനാത്വം ആത്മനഃ, ഇതുവരയ്ക്കും നാനാത്വമുണ്ട്, പലത് കാണുന്നു. യാവൻ നാനാത്വം ആത്മനഃ താവത് അസ്വാതന്ത്ര്യം. എത്ര കാലം നാനാത്വമുണ്ടോ അത്ര കാലം സ്വതന്ത്രനല്ല, ഫ്രീ അല്ല. യാവദസ്യ അസ്വാതന്ത്ര്യം, എത്ര കാലം അസ്വതന്ത്രനാണോ താവത് ഈശ്വരതോ ഭയം, അത്രയും കാലം ഈശ്വരനെ പേടിക്കണം എന്നാണ്. അപ്പൊ ഈശ്വരൻ എന്താ? നമ്മൾ സാധാരണ ഒരു പറയും ഗോഡ് ഫിയറിംഗ്. ഇവിടെ അർജുനനും ഗോഡ് ഫിയറിംഗ് ആണ്. ഈശ്വരനെ കണ്ട് ഭയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും, പ്രകൃതി മുഴുവനും ഈശ്വരന്റെ സ്ഥൂലമായ വപുസ്സാണ്. ശ്രീ രാമാനുജ സമ്പ്രദായത്തില് അവര് പറയും ഭഗവാന് രണ്ട് ശരീരമാണത്രേ. ചിദചിത് ശരീര, ചിദചിത് ശരീരി. ചിത് ശരീരി, അചിത് ശരീരി. ഈ കാണുന്നത് മുഴുവൻ അചിത് ശരീരം. ചിത് ശരീരമാണ് ഉള്ളിലുള്ള ഞാൻ എന്ന് പറയുന്ന ചൈതന്യരൂപമായി പ്രകാശിക്കുന്നത് ചിത്ത്. ജഡപ്രപഞ്ചം മുഴുവൻ, ശക്തിയുടെ മണ്ഡലം മുഴുവൻ ഈശ്വരന്റെ അചിത് ശരീരം, മാറ്റർ, പ്രകൃതി, നേച്ചർ അല്ലേ? അവിടെ നോക്കിയാൽ എന്തുണ്ട്? പരിണാമം, മൃത്യു, ചേഞ്ച്. എവിടെ നോക്കിയാലും പരിണമിച്ചുകൊണ്ടേയിരിക്കണു, മൃത്യുവിലേക്കാണ് പോക്ക്. ഇതില് അർജുനൻ ഭഗവാന്റെ രൂപം കണ്ടിട്ട് പറയാൻ പോണു, വിശന്തി നാശായ സമൃദ്ധവേഗാഹ. നാശത്തിനെ നോക്കിക്കൊണ്ട് അഭിമുഖമായി പോകുന്ന ഒരു പോക്ക്, അതാണ് പ്രകൃതി മുഴുവനും. ഡെത്ത്. കാലം, പുറത്തേക്ക് നോക്കിയാൽ കാലം, അകത്തേക്ക് നോക്കിയാൽ അമൃതത്വം. രണ്ടും രണ്ട് ഡയമെൻഷൻ പോലെ. നമ്മൾ എത്ര കാലം പുറത്തു നോക്കിക്കൊണ്ടിരിക്കണോ അത്ര കാലം ബന്ധമുണ്ട്, മൃത്യുവുണ്ട്, ദുഃഖമുണ്ട്. എത്ര കാലം ശരീരത്തിനെയും പ്രപഞ്ചത്തിനെയും മാത്രം സത്യമെന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്നു അത്ര കാലം ഈശ്വരന്റെ റൽമിന്റെ ഉള്ളിലാണ്. ശരിക്കും പറഞ്ഞാൽ, വേദാന്തപരമായിട്ട് പറഞ്ഞാൽ, ഈശ്വരൻ എന്ന് പറയുന്നത് കാലം തന്നെയാണ്. അത് നമുക്ക് എല്ലാം തരും, എല്ലാം എടുത്തോണ്ടും പോകും. ഭാഗവതത്തിൽ ഭഗവാൻ വാമനനായിട്ട് ചെറിയ രൂപത്തില് ഉള്ളിൽ വന്നു. മഹാബലിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, തരൂ. എന്താ ചോദിച്ചു? എന്താ ചോദിച്ചു? 3 അടി മണ്ണ് അല്ലേ? ഭഗവാൻ വന്നു 3 അടി മണ്ണ് ചോദിച്ചു. അപ്പോ ശുക്രാചാര്യർ പറഞ്ഞു, കൊടുക്കരുത്, എല്ലാം എടുത്തോണ്ട് പോകും. നീ കൊടുക്കുമ്പോ 3 അടി മണ്ണ് എന്ന് പറഞ്ഞാൽ നിന്റെ എല്ലാം എടുത്തോണ്ട് പോകും, സർവവും കൊണ്ടുപോകും, കൊടുക്കരുത്. അപ്പൊ മഹാബലി പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം എടുക്കില്ലേ? വെറുതെ ഒരു മര്യാദയ്ക്ക് വേണ്ടി ചോദിക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിലും എല്ലാം കൊണ്ടുപോകും. എന്നോടുള്ള എന്തോ ഒരു സ്നേഹം കൊണ്ട് ഒരു മര്യാദയ്ക്ക് വേണ്ടി തരൂന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. കൊടുത്തിട്ടില്ലെങ്കിലും സകലതും കൊണ്ടുപോകും. അദ്ദേഹം തരുമ്പോ
നമ്മൾ ആരും വേണ്ടാന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് എടുക്കുമ്പോ എടുക്കണ്ടെന്ന് പറയാനും നമുക്കൊന്നും അധികാരമൊന്നുമില്ല. നമ്മളുടെ അടുത്ത് തൽക്കാലത്തേക്ക് ടെമ്പററി ആയി തന്നു വെച്ച സാധനങ്ങളൊക്കെ അദ്ദേഹം എടുത്തോണ്ട് പോകും. അല്ലേ? കാലപുരുഷൻ എടുത്തോണ്ട് പോകും. എന്തൊക്കെ എടുത്തോണ്ട് പോകും? ബാല്യം എടുത്തോണ്ട് പോയി, യൗവനം എടുത്തോണ്ട് പോയി. ഇല്ല, ഇപ്പൊ വാർദ്ധക്യത്തിൽ നിൽക്കും, വാർദ്ധക്യം എടുത്തോണ്ട് പോവും. വാർദ്ധക്യം എടുത്തോണ്ട് പോകുന്നതോടൊപ്പം എന്തെടുത്തോണ്ട് പോവും? ഒരാൾ പറഞ്ഞു ഭഗവാന്റെ അടുത്ത്, ഭഗവാനെ എനിക്ക് വാർദ്ധക്യം എടുത്തോണ്ട് പോകണം, വാർദ്ധക്യം എടുത്തോണ്ട് പോകണം, മരിച്ചുപോയി. അപ്പൊ അവിടെ പോയിട്ട് ചോദിച്ചു, എന്താ ഭഗവാനെ എന്റെ വാർദ്ധക്യം നീക്കണം എന്ന് ഞാൻ വാർദ്ധക്യം നീക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ശരീരം എടുക്കണം, പിന്നെയും ചെറിയ കുട്ടിയായിട്ട് ജനിക്കാം. അപ്പൊ മാറിക്കൊണ്ടേയിരിക്കണത്. എവറിത്തിങ് വിൽ ബി റിമൂവ്ഡ്. കാലപുരുഷൻ എല്ലാം ഗ്രസന്തി, എടുത്തോണ്ട് പോകും. അപ്പൊ എന്തൊക്കെ കാലത്തിന്റെ സ്വത്താണോ അതിലൊക്കെ നമുക്ക് അഭിമാനമുള്ളത്തോളം കാലം നമുക്ക് ഫ്രീഡം ഇല്ല. ഏതൊക്കെ കാലപുരുഷൻ എടുത്തോണ്ട് പോകുമോ അതൊക്കെ തന്നെ അറിവുകൊണ്ട് ഉപേക്ഷിക്കുന്നവനാണ് ജ്ഞാനി. ശരീരം, മനസ്സ്, ഇതൊക്കെ കാലത്തിന്റെയാണ്, നമ്മളുടെ ഒന്നുമല്ല. കാലത്തിന് തൊടാൻ പറ്റാത്ത, പ്രവേശമില്ലാത്ത ഒന്നേ ഒന്നുണ്ട്, അച്ഛിത്ത്, ആ ഹൃദയസ്ഥാനം. ആ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കാലത്തിന് എൻട്രി ഇല്ല. അഹങ്കാരം വരയ്ക്കും ഉള്ളതൊക്കെ തന്നെ കാലത്തിന്റെ സ്വത്തുക്കളാണ്. ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഒക്കെ കാലം. അഹങ്കാരത്തിന് അപ്പുറം പോയാ കാലത്തിന് എൻട്രി ഇല്ല. ആത്മാ നിത്യഃ അവ്യയഃ ശുദ്ധഃ ഏകഃ ക്ഷേത്രജ്ഞഃ സാക്ഷി സ്വയം. അങ്ങനെയുള്ള ആ സ്വരൂപത്തിനെ അറിഞ്ഞാൽ ശാന്തി. ഇഹൈവ തൈർ ജിതസർഗഃ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഃ. ഭഗവാൻ തന്നെ പറഞ്ഞു, ഇവിടെ തന്നെ അവര് ജനനം മരണം എന്നുള്ള ഈ പ്രശ്നങ്ങളെയൊക്കെ കടന്നുപോയിരിക്കുന്നു. ആരുടെ മനസ്സാണോ ഈ ഹൃദയത്തിൽ പ്രവേശിച്ച് നിൽക്കുന്നത് അവര്. നമ്മളുടെ ഉള്ളില് ഒരു സെന്റർ ഉണ്ട്. ആ സെന്റർ ഒരു ശോകത്തിനും പ്രവേശമില്ലാത്ത സെന്ററാണ്. ദഹ്രം വിപാപം പരമേഷ്മഭൂതയ്യഃ പുണ്ടരീകം പുരമധ്യസഗ്രസ്ഥം തത്രാപി ദഹ്രം ഗഗനം വിശോകഃ തസ്മിൻ യദന്തസ്തദുപാസിതവ്യം. ഹൃദയദഹ്രം, ഹൃദയമാകുന്ന ആ ദഹരത്തില് വിശോക, അവിടെ ശോകമില്ല, ശോകത്തിന് പ്രവേശമില്ല. അതിനകത്ത് എന്തുണ്ടോ അതാണ് ഉപാസിക്കേണ്ടത്. എന്നുവെച്ചാൽ അതിനെ അറിയണം ആത്മാ. അപ്പോ ഈ ആത്മതത്വത്തിനെ അറിഞ്ഞ ആൾക്ക് ശാന്തിയുണ്ട്. ഇപ്പൊ അർജുനൻ ചോദിക്കുന്നത് അതല്ല. ശരി, അതല്ലാതെ ഉള്ള ഈ അചിത് ശരീരം ഉണ്ടല്ലോ, കാലപുരുഷൻ, അതും ഈ ചിത്തും അചിത്തും ഒക്കെ ചേർന്നിട്ടുള്ള ഈശ്വരസ്വരൂപം, ശക്തിയുടെ മണ്ഡലം, അതിന്റെ ഒരു ദർശനം കിട്ടുമോ എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ഈശ്വര ദർശനം. പ്രപഞ്ചം മുഴുവനും ഭഗവത് സ്വരൂപമായിട്ട്, ഈശ്വര സ്വരൂപമായിട്ട് കാണുന്ന ആ ദർശനത്തിനെ അർജുനൻ പ്രാർത്ഥിക്കുകയാണ്. അതൊരു സ്പെഷ്യൽ എന്താ പറയാ, ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടേണ്ട ഒരു കാര്യം. അതാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. അതെനിക്ക് തരുമോ ഭഗവാനെ? എനിക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തരൂ. ആത്മജ്ഞാനത്തിന് അത് വേണമെന്നൊന്നുമില്ല. ജ്ഞാനിയുടെ പരിപക്വസ്ഥിതിയിൽ സ്വയമേവ വരുന്നതാണ് ജഗത്ത് മുഴുവൻ. ഇന്ദ്രിയങ്ങളിലൂടെ നോക്കിയാലും ഒക്കെ ബ്രഹ്മമാണ്. ഇവിടെ അർജുനൻ ചോദിക്കുന്നത് ഈശ്വരന്റെ ദർശനം. തേ ഐശ്വരം രൂപം ദ്രഷ്ടുമിച്ഛാമി, വിത്ത് ഓൾ ആസ്പെക്ട്സ്, സഗുണ സാകാര എല്ലാമായിട്ട്.
സൃഷ്ടി, സ്ഥിതി, സംഹാരം എല്ലാം കാണിക്കുന്ന ആ ഈശ്വരന്റെ പവർ, ആ ശക്തിയുടെ ദർശനം കാണാനാണ് അർജുനൻ ഇവിടെ ആശിക്കുന്നത്. അത് എനിക്ക് കാണാൻ യോഗ്യത ഉണ്ടെങ്കിൽ ഭഗവാനെ എനിക്ക് കാണിച്ചു തരൂ. മന്യസേ യദി തച്ഛക്യം മയാ ദ്രഷ്ടുമിതി പ്രഭോ. ഹേ പ്രഭു, എനിക്ക് കാണാൻ സാധിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും കാണാൻ പറ്റില്ല, എനിക്ക് കാണാൻ സാധിക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ യോഗേശ്വര തഥോമേത്വം ദർശയാത്മാനം അവ്യയം. യശോദയ്ക്ക് കാണിച്ചു കൊടുത്തു ഭഗവാൻ, അല്ലേ? യശോദ പേടിച്ചുപോയി, വായി തുറന്നപ്പോ കാണിച്ചു കൊടുത്തു. അപ്പൊ യശോദ പറഞ്ഞു, അയ്യോ വേണ്ട, പേടിച്ചുപോയി. പേടിച്ചിട്ട് യശോദ പറഞ്ഞു, എന്തോ കുട്ടിക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഗോമൂത്രം കൊണ്ട് സ്നാപനം ചെയ്ത് കേശവ, നാരായണ, മാധവ, ഗോവിന്ദ, വിഷ്ണു, മധുസൂദന, ത്രിവിക്രമ, വാമന, ശ്രീധര, ഋഷികേശ, പത്മനാഭ, ദാമോദര 12 നാമങ്ങൾ കൊണ്ട് രക്ഷയൊക്കെ ജപിച്ചു അത്രേ. കുട്ടിക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടെന്ന്, അല്ലേ? അല്ലാതെ ഒരു കുട്ടി വായു പിടിച്ചാൽ പ്രപഞ്ചമൊക്കെ കാണുക, ബ്രഹ്മാണ്ടം മുഴുവൻ കാണുക വായുടെ അകത്ത്, അതിനകത്ത് യശോദയെ കാണുന്നു, എല്ലാം കാണുന്നു. എല്ലാം ഒരു സർവവും വായുടെ അകത്ത് കാണുക എന്ന് വെച്ചാൽ അതിപ്പോ ഒരു സന്തോഷമൊന്നും ഉണ്ടാവില്ല, ശാന്തിയൊന്നും ഉണ്ടാവില്ല. പേടിച്ചുപോയി യശോദ. ദുര്യോധനന് കാണിച്ചു കൊടുത്തു ഭഗവാൻ. ഭഗവാൻ ദൂതിന് കൗരവ സഭയിലേക്ക് പോയപ്പോ ദുര്യോധനൻ പറഞ്ഞു, ഈ കൃഷ്ണനെ പിടിച്ച് കെട്ടിയിട്ട പിന്നെ പാണ്ഡവർ യുദ്ധത്തിനൊന്നും വരില്ല. അപ്പൊ ദുര്യോധനൻ, ദുശാസനൻ, ശകുനി ഒക്കെ കൂടെ തീരുമാനിച്ചു, കൃഷ്ണനെ നമുക്ക് അങ്ങോട്ട് കെട്ടിയിടാം. എല്ലാവരും തടസ്സം ചെയ്തു. വിതുരനൊക്കെ അറിഞ്ഞിട്ട് ഭീഷ്മരും ഒക്കെ പറഞ്ഞു, അഗ്നിയെ തുണി കൊണ്ട് പിടിക്കാൻ ശ്രമിക്കുകയാണെന്നീ എന്നൊക്കെ പറഞ്ഞു പേടിപ്പിച്ചു നോക്കി. അയാളൊന്നും കൂട്ടാക്കില്ല. പിടിച്ചു കെട്ടേനെ കൃഷ്ണനെ തീരുമാനിച്ചു. അപ്പോ ഭഗവാന്റെ അടുത്ത് സാധ്യക്ക് ചെന്ന് പറഞ്ഞു, ദാ ദുര്യോധനൻ കുറെ ആളുകളും ഒക്കെ ആയിട്ട് പിടിച്ച് കെട്ടിയിടാൻ വരണം. അപ്പൊ ദുര്യോധനന്റെ മുമ്പില് അങ്ങനെ വിശ്വരൂപം കാണിച്ചെടുത്തു. കാണിച്ചിട്ട് ഇതാ പറഞ്ഞു, ഇതാ എന്റെ മുമ്പിൽ എല്ലാം ഉണ്ട്. ഞാൻ തനിച്ചു വന്നിരിക്കുകയാണെന്ന് വിചാരിച്ചോ? നാരായണീ സേനയുണ്ട്, എല്ലാം ഉണ്ട്. കുറച്ചു നേരത്തേക്ക് ഒന്ന് അന്താളിച്ചു പോയി ദുര്യോധനൻ. അത് കഴിഞ്ഞ് ഭഗവാൻ അങ്ങയുടെ സാധാരണ രൂപത്തിലായി അവിടുന്ന് നടന്നു പോയപ്പോ ദുര്യോധനൻ പറഞ്ഞു, ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു ഭീഷ്മർ. അത് ജപ്പിടി വിറ്റ് ഇന്ദ്രജാലം, എന്തോ മാജിക് കാണിച്ചു. അതിന്റെ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ വിശ്വരൂപ ദർശനം ഭഗവാൻ പലർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പല രീതിയിലും. അതൊന്നും ജ്ഞാനത്തിനൊന്നും കാരണമായില്ല. എങ്കിലും അത് ശക്തിയുടെ മണ്ഡലം കാണാൻ, വിശ്വത്തിൽ മുഴുവൻ ആ ശക്തി, ഭഗവത് ശക്തി നിറഞ്ഞു നിൽക്കുന്നത് കാണാനുള്ള ആഗ്രഹമാണ് ഇവിടെ അർജുനൻ പ്രകാശിപ്പിക്കുന്നത്. എനിക്ക് യോഗ്യതയുണ്ടെങ്കിൽ കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. അപ്പോ ഭഗവാൻ പറയാണ്, നോക്കൂ, ശ്രീ ഭഗവാൻ ഉവാച പശ്യമേ പാർത്ഥരൂപാണി ശതശോഥസഹസ്രശഃ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. പശ്യമേ പാർത്ഥരൂപാണി, ഹേ അർജുന, പശ്യ, കാണാം, അവിടെ കണ്ടോളൂ. ഇപ്പോ ഒരു പുതിയ ടൈപ്പ് കമ്പ്യൂട്ടറൊക്കെ വരാൻ പോകണമെന്നാണ്. സ്പേസിൽ ഇങ്ങനെ കാണും. വന്നു കഴിഞ്ഞോ എനിക്കറിയില്ല, പറയണ്ടായിരുന്നു. സ്ക്രീനൊന്നും വേണ്ട, അതാ ഇങ്ങനെ കാണിച്ച് എവിടെ കാണും. ഇങ്ങനെ സ്പേസിൽ ഉണ്ടാവും. അതൊക്കെ കുറച്ചു കാലത്തേക്ക് ഒരു അത്ഭുതം ഉണ്ടാവും, അല്ലേ? പിന്നെ മറന്നുപോയി. ഇവിടെ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, ഇവിടെ കണ്ടോളൂ എന്നാണ്. ഇവിടെ എല്ലാം കണ്ടോളാം. പശ്യമേ പാർത്ഥ രൂപാണി ശതശോധ സഹസ്രശ.
മനുഷ്യന്റെ ഉള്ളിലും ഈശ്വരത്വം ഉള്ളതുകൊണ്ടാണ് എന്തൊക്കെയോ സയൻസ് കൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും സമാധാനത്തിന് കാരണമല്ല. ആത്മജ്ഞാനം കൊണ്ടേ സമാധാനം ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഓരോ പദത്തിന് പദം, സ്റ്റെപ്പിന് സ്റ്റെപ്പ് അറിഞ്ഞോളണം. എന്തൊക്കെയോ മാജിക് കാണിക്കണമല്ലേ. ഇപ്പൊ ഒരു ഗൂഗിൾ മാപ്പ് തെരഞ്ഞാൽ എല്ലാ സ്ഥലവും കണ്ടുപിടിച്ചു, എവിടെ വേണമെങ്കിൽ കണ്ടുപിടിച്ചു, എല്ലാം ഒരു സ്ഥലത്തിരുന്ന് കാണും. അർജുനൻ അങ്ങനെ ആഗ്രഹിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു, ഇതാ കണ്ടോളൂ എന്നാണ്. എവ്രിതിങ്, എന്തൊക്കെ നിനക്ക് ആഗ്രഹമുണ്ടോ ഒക്കെ കണ്ടോളൂ. ശതശോധ സഹസ്രശ, നൂറ്റിക്കണക്കിന് ആയിരക്കണക്കിന് രൂപങ്ങൾ കാണണോ കണ്ടോളൂ. നാനാ വർണ്ണ ആകൃതി നീച്ച്, അനേക കളർ, അനേക രൂപങ്ങൾ, എന്തൊക്കെ വേണോ കണ്ടോളൂ. പശ്യാദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനോ മരുതസ്തഥാ ബഹൂനി അദൃഷ്ടപൂർവാണി പശ്യാശ്ചര്യാണി ഭാരത. ഇവിടെ നാനാവർണ്ണാകൃതി നീലപീതാദി നാനാവർണ്ണങ്ങളോടും അവയവവിശേഷങ്ങളോടും കൂടിയും ഇരിക്കുന്ന മേ രൂപാണി പശ്യ. ചിലരൊക്കെ ഇതിന് വേറെ വിധത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇങ്ങനെയാന്ന് വെച്ചാൽ, യോഗമാർഗത്തിൽ പുരോഗമിക്കുന്ന ഒരാൾ ആന്തരികമായിട്ട് യോഗശക്തി കുണ്ടലിനി മൂലാധാരത്തിൽ നിന്നും സഹസ്രാരത്തിലേക്ക് പ്രവഹിക്കുമ്പോ ജീവൻ ഉള്ളില് അനേക വർണ്ണങ്ങൾ കാണും. പലവിധ കളർ അവർക്ക് ദർശനം ഉണ്ടാവും എന്നാണ്. ഈ കളറും മനസ്സും ഒക്കെ കണക്റ്റഡാണ്. ഒരാളുടെ നേച്ചറും ഒക്കെ കണക്റ്റഡാണ്. അതുകൊണ്ടാണ് ദശശ്ലോകിയില് നിർവാണ ദശകത്തില് ആചാര്യസ്വാമി ഇതൊന്നും അല്ല എന്ന് പറയുമ്പോ, ന ശുക്ലം ന കൃഷ്ണം ന രക്തം ന പീതം ന കുബ്ജം ന പീനം ന ഹ്രസ്വം ന ദീർഘം, ഈ കളറൊക്കെ തള്ളിക്കളഞ്ഞു. ന രൂപം. അപ്പൊ ഈ പല വിധത്തിലുള്ള കളർ ലളിതാ സഹസ്രനാമത്തിൽ ഈ കുണ്ടലിനിയുടെ ഇതൊക്കെ പറയുമ്പോ ഓരോ കളറും പറയുന്നുണ്ട്. രക്തവർണ്ണ, പീതവർണ്ണ, ശുക്ലവർണ്ണ ഒക്കെ പറയുന്നുണ്ട്, കൃഷ്ണവർണ്ണ. ഈ വർണ്ണങ്ങളൊക്കെ തന്നെ ഈ ശക്തി ഓരോരോ മണ്ഡലത്തിൽ പ്രവേശിക്കുമ്പോഴും ഓരോരോ കളറുണ്ടാവും. ഇതൊക്കെ ധ്യാനത്തിൽ അറിയാൻ മാത്രമല്ല, ചിലത് ചില പ്ലെയിനിൽ നിൽക്കുന്നുണ്ടാവും. അതാത് പ്ലെയിനിൽ നിൽക്കുമ്പോൾ അതാത് കളർ അവരുടെ ഉള്ളില് ഉണ്ടാവും. രജോ ഗുണത്തിലിരിക്കുമ്പോൾ ഒരു ചുവന്ന കളർ, തമോ ഗുണത്തിലിരിക്കുമ്പോൾ ഒരു കറുപ്പ്. ചിലരൊക്കെ പറയും ധ്യാനിക്കാൻ നോക്കിയ ഉള്ളിൽ മുഴുവൻ ഇരുട്ട്. ഒരു സുവർണവർണ്ണം, നീലവർണ്ണം അല്ലെ. ഇതിനനുസരിച്ചാണ് ദേവതകളും. നോക്കൂ, ചിലർക്ക് വിഷ്ണുവിനോടാണ് പ്രിയം, ചിലർക്ക് ശിവനോടാണ് പ്രിയം, ചിലർക്ക് ദേവിയോടാണ് പ്രിയം. ഇതൊക്കെ ഓരോ കളറാണല്ലോ അല്ലേ. ദേവിക്ക് എപ്പോഴും ചുവപ്പ് കളർ, ശിവന് 2 വർണ്ണമുണ്ട്. സഗുണസാകാരമായിട്ട് ശിവൻ വരുമ്പോ സുവർണവർണ്ണം, ജ്ഞാനത്തിൽ വരുമ്പോ അസിതവർണ്ണം, വെളുപ്പ്. വിഷ്ണുവിന് കറുപ്പ് അല്ലെങ്കിൽ നീല കളറ്. ഇങ്ങനെ പല കളറും യോഗികൾ അവരുടെ ഹൃദയത്തിൽ അതാത് സന്ദർഭങ്ങളിൽ കാണും. ധ്യാന സമയത്ത് കാണുമെന്ന് പറയാറുണ്ട്. പലരും സ്വയമേവ ആ ഒരു എവല്യൂഷനിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ കളർ ഉണ്ടാവും. ഇവിടെ ഭഗവാൻ പറയണേ എല്ലാ കളറും എന്താ കണ്ടോളൂ എന്നാണ്. എല്ലാ കളറും കണ്ടോ. നാനാ വർണ്ണ ആകൃതി നീച്ച്, പല കളർ, പല ഫോംസ് എല്ലാം ഉള്ളിൽ ഇവിടെ തന്നെ കണ്ടോളൂ. യു പാസ് ത്രൂ ഓൾ കളേഴ്സ്. ഈ കുണ്ടലിനി മൂലാധാരത്തിൽ നിന്ന് പോകുമ്പോൾ ജ്ഞാനേശ്വരൻ പോലും ജ്ഞാനേശ്വരിയിൽ അങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിച്ചിരിക്കണമെന്ന് തോന്നുന്നു, ഓർമ്മയില്ല എനിക്കിപ്പോ. മൂലാധാരത്തിൽ നിന്ന് യോഗമാർഗമായിട്ടാണ് ഗീതയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനേശ്വരൻ. അപ്പൊ ആ മൂലാധാരത്തിൽ നിന്ന് ആ ശക്തി പ്രവഹിക്കുമ്പോൾ ഏത് മാർഗത്തിൽ ആ ശക്തിയുടെ പ്രവാഹം ഉള്ളിലുണ്ടാവും. ജ്ഞാനമാർഗത്തിലാണെങ്കിലും ഈ കോൺഷ്യസ് ആയിട്ടല്ലാതെ ആ ശക്തി ഓരോ പ്ലെയിൻ ബൈ പ്ലെയിൻ ബൈ പ്ലെയിൻ ആയിട്ട് അതിങ്ങനെ ട്രാൻസെൻഡ് ചെയ്യും.
സപ്തഭൂമിക എന്ന് ഞാൻ വേദാന്തത്തിൽ പറയാറുണ്ട്. ശുഭേച്ഛ, തനുമാനസി, സത്വാപത്തി, അസംസക്തി, പദാർത്ഥാഭാവനി എന്നൊക്കെ പറയും. അതേപോലെ തന്നെ യോഗത്തിലും 6 ആധാരങ്ങൾ കഴിഞ്ഞ് 7ാമത്തത്. അതുകൊണ്ടാണ് ഈ സപ്താഹം വെച്ചിരിക്കുന്നത് എന്നാ പറയാ. ഭാഗവത സപ്താഹം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം കഴിയുമ്പോൾ 7 ദിവസം കഴിയുമ്പോൾ കംപ്ലീറ്റ് ആവണമെന്നാണ്. അതാണ് ഈ 7 എന്നൊരു കണക്ക് വെച്ചിരിക്കുന്നത് എല്ലാത്തിനും. ഓരോരോ ദിവസം 7 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നൊക്കെയാണല്ലോ പറയണത് അല്ലേ. 7 ദിവസം കൊണ്ട് നമ്മൾ സംഹരിക്കണം, വിത്ത് ഡ്രോ ഉള്ളിലേക്ക്. അപ്പോ നാനാവർണാകൃതിനിച്ച പശ്യ, ഭഗവാൻ പറഞ്ഞ അനേക വർണ്ണങ്ങൾ കാണൂ, അനേക രൂപങ്ങൾ കാണൂ, എല്ലാം കണ്ടു. പശ്യ ആദിത്യാൻ വസൂൻ രുദ്രാൻ, സൂര്യന്മാർ, അനേകം സൂര്യന്മാരെ കാണൂ. അഷ്ടവസുക്കൾ, ഈ ദേവതകളൊക്കെ ഉണ്ടോ കണ്ടോളൂ ആ ഉള്ളിന്. വസൂൻ രുദ്രാൻ, അശ്വിനി ദേവന്മാര്, മരുത്തുക്കള്, വേദം ഏതൊക്കെ ദേവതകളെ പറയണോ ഒക്കെ കണ്ടോളൂ. അരബിന്ദു പറയണത് ഈ ദേവതകളെ ഒന്നും നിങ്ങള് വെറുതെ വ്യാഖ്യാനിക്കാൻ നിൽക്കരുത്. ഭഗവാൻ രമണ ഭഗവാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വിഷ്ണു ശിവൻ ഈ ദേവതകളൊക്കെ പറയണ്ടല്ലോ, ഇവരൊക്കെ ഉണ്ടോ ചോദിച്ചാൽ ഭഗവാൻ പറഞ്ഞു, നീ ഉണ്ടല്ലോ അല്ലേ, അപ്പൊ അവരൊക്കെ ഉണ്ട്. നിന്റെ ഈ രൂപത്തിന് എന്ത് ലോജിക്കാ ഉള്ളത്? അത്രയും ലോജിക്ക് എല്ലാത്തിനും ഉണ്ട്. പുരാണങ്ങളിലൊക്കെ ദേവതകളൊക്കെ ഭൂമിയിൽ വന്നിരുന്നു. നാരദൻ വന്നു, ഇന്ദ്രൻ വന്നു എന്നൊക്കെ മഹാഭാരതത്തിലടക്കം പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോ അരബിന്ദോ പറയുന്നത്, there were times when there was a traffic between this world and the other world. It was possible. നമ്മൾക്ക് എന്തെന്ത് മനസ്സിലാവില്ലയോ അതൊക്കെ ഇമാജിനേഷൻ ആണെന്നും ഒക്കെ പറയും ഇല്ലേ. ഇപ്പൊ നാളെ ചൊവ്വയിലേക്ക് പോയിട്ട് വരാൻ തുടങ്ങിയ അപ്പൊ അതിന്റെ കുറിച്ചുള്ള മിസ്റ്ററി കഴിഞ്ഞു അല്ലേ. ഇപ്പൊ ചൊവ്വയിലേക്ക് പോകാൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ നാളെ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഇവിടെ വന്ന് ഇറങ്ങിയ അപ്പൊ അതിന്റെ മിസ്റ്ററി കഴിഞ്ഞു. അതുവരെക്കേ ഉള്ളൂ അതിന്റെ അത്ഭുതം. ഈ ദേവതകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം മുമ്പിൽ വന്ന് നിന്നാൽ കഴിഞ്ഞു, അതിന്റെ മിസ്റ്ററി കഴിഞ്ഞു. അതുവരെയ്ക്കാണ് നമുക്ക് മനസ്സിലാവാത്തൊന്നുമില്ല. അപ്പൊ പശ്യ ആദിത്യാൻ വസുകുൻ രുദ്രാൻ, അനേക ആദിത്യന്മാര്, വസുക്കൾ, അഷ്ടവസുക്കള്, രുദ്രന്മാര്, അശ്വിനി ദേവന്മാര്, ഇത് അവരൊക്കെ കണ്ടോളാന്നാണ്. ഓൾ ഓഫ് ദം ആർ ദേർ. എല്ലാരും കണ്ടോളൂ. എല്ലാരും ഇഹൈകസ്തം ഇവിടെ തന്നെ കണ്ടോളൂ. ഇഹൈകസ്തം ജഗത്കൃത്സ്നം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. ഇഹ എന്ന് വെച്ചാൽ ഇവിടെ, ഏകസ്ഥം ഒന്നില് നിൽക്കുന്നതായിട്ട്, കൃത്സ്നം ജഗത് ഈ കംപ്ലീറ്റ് പശ്യ കാണുക, ചരവും അചരവും ഒക്കെ കാണുക. കാണാൻ സ്ക്രീൻ വേണമല്ലോ. എന്താ ഭഗവാന് സ്ക്രീൻ? മമ ദേഹേ, എന്റെ ശരീരത്തിൽ കണ്ടോളൂ എന്നാണ്. യോഗികൾക്ക് പോലും ഇത്തരം ശക്തിയൊക്കെ ഉണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് ഉണ്ടായിരുന്ന ഗുരുക്കന്മാരിൽ തോതാപുരി എന്ന് പറഞ്ഞ ഒരു ഗുരു, ജടാധാരി ഒരു ഗുരു, ഒരു ഭൈരവി ബ്രാഹ്മണി ഒരു ഗുരു. അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ച വേറെ 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിലൊരാൾ മഹായോഗിയായിരുന്നു, പല സിദ്ധികളും ഉണ്ടായിരുന്നു. അപ്പോ അതിൽ ആ ഒരു സിദ്ധൻ രാമകൃഷ്ണ പരമഹംസരെ ഒരു ദിവസം കാണാൻ വന്നിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ അദ്ദേഹത്തിന്റെ അടുത്ത് തന്റെ അനുഭവവും ഒക്കെ പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ട് ഗംഗാതീരത്തിൽ ഇങ്ങനെ നടന്ന് എവിടെയോ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇരുട്ട്, കണ്ണ് കാണാൻ വയ്യ. രാമകൃഷ്ണദേവൻ പറഞ്ഞു, ഒരേ കണ്ണ് കാണാൻ വയ്യ, വടക്കും എടുത്തില്ല, നീ എങ്ങനെ പോവും എന്ന് പറഞ്ഞപ്പോ ആ കൂടെ വന്ന ആളും പറഞ്ഞു, ഇവിടെ ഇങ്ങനെ മുതുകത്തിങ്ങനെ
ഒന്ന് സ്പർശിക്കാൻ പറഞ്ഞു അത്രേ. ഒന്ന് തട്ടിയപ്പോ ഈ എന്താണ് എമർജൻസി ലാമ്പ് ഓൺ ചെയ്ത പോലെ അവിടുന്ന് ഇങ്ങനെ വെളിച്ചം. എനിക്ക് രാമകൃഷ്ണദേവൻ തന്നെ പറയുന്നുണ്ട്, സുഖമായിട്ട് നടന്നുപോയി. എന്നിട്ട് അവസാനം അയാളുടെ അടുത്ത് പറഞ്ഞു, ഈ സിദ്ധിയൊന്നും ഉപയോഗിക്കണ്ട, ഇതൊക്കെ നിനക്ക് നാശത്തിന് കാരണമായിട്ട് തീരും എന്ന് പറഞ്ഞ് ഉപദേശിച്ചു എന്ന് പറഞ്ഞിട്ട് പറയണ്ട. അപ്പം ഇതൊക്കെ തന്നെ മന്ത്രം കൊണ്ടോ ദ്രവ്യങ്ങൾ കൊണ്ടോ, സയൻസ് ചെയ്യുന്നത് ദ്രവ്യങ്ങൾ കൊണ്ടാണ് അല്ലേ? ഇപ്പൊ ഇതൊക്കെ ഒരു മാജിക് അല്ലേ? ഇതൊന്നും ഉണ്ടായിരുന്നില്ല കുറെ കാലം മുമ്പ്. ദ്രവ്യം കൊണ്ട് ചെയ്യുന്ന ഒരു മാജിക്കാണ്. ട്യൂബ് ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്താ വന്നു. പഴയ കാലത്തെ കഥകളിൽ ഇതൊക്കെ ഈ മന്ത്രവാദി കഥകൾ മാത്രമേ കാണുള്ളൂ. ഒരിടത്ത് പോയി തൊട്ട ഉടനെ വെളിച്ചം വന്നു. മന്ത്രവാദ കഥകളിൽ കാണുന്നതാണ് നമ്മളിപ്പോ സർവ്വസാധാരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഒരു പെട്ടി തുറന്നു കഴിഞ്ഞാൽ എവിടെയോ ഉള്ള ആളുടെ അടുത്ത് സംസാരിച്ചു, അതിൽ സ്ക്രീനിൽ കണ്ടു. ലാപ്ടോപ്പൊക്കെ മുമ്പൊക്കെ ഈ പഴയ ചില സിനിമകൾ വരും, അവർ ഈ മാജിക് സിനിമ മാത്രം വരും. അതിലൊക്കെ കാണും, ഒരു പെട്ടി കൊണ്ടുവന്ന് തുറന്നാൽ അതിലെവിടെയോ ഉള്ള ആളുകളെയൊക്കെ കാണും, അവരുടെ അടുത്ത് സംസാരിക്കാം. ഇപ്പൊ എല്ലാവരും ചെയ്യണം അല്ലേ? എല്ലാവരും ചെയ്യാൻ തുടങ്ങി, അത്ഭുതം പോയി. എല്ലാവർക്കും സർവ്വസാധാരണമായ അതിലുള്ള മിസ്റ്ററി പോയി. അതാണ്. അപ്പോ ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ് ഈ വെളിച്ചം ശരീരത്തിൽ നിന്ന് വരുന്നു. ഇപ്പൊ ഭഗവാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ ആശ്ചര്യം? കിം ആശ്ചര്യം സർവാശ്ചര്യമയേ അച്യുതേ. ഭാഗവതം പറയണത് സർവാശ്ചര്യമയനായ ഭഗവാനിൽ എന്താ ആശ്ചര്യമുള്ളതാണ്? ഏറ്റവും വലിയ ആശ്ചര്യം കൃഷ്ണൻ തന്നെയാണ്, അല്ലാതെ കൃഷ്ണൻ കാണിക്കണ മാജിക് അല്ല. ഗോപസ്ത്രീകളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, കൃഷ്ണൻ ഓട്ടൂരിന് ഒരു പാട്ടുണ്ട്, കണ്ണനെ പോയി ദ്വാരകാപുരിയിൽ കണ്ടിട്ട് വന്നു. കുറെ ആളുകൾ, വൃന്ദാവനത്തിലുള്ള പുരുഷന്മാർ കുറെ പേര് പോയിട്ട് വന്നു. വന്നിട്ട് ഗോപികകളുടെ അടുത്ത് വന്ന് കൃഷ്ണനെ കുറിച്ച് പറയണം എന്ന് പറഞ്ഞിട്ട് വന്നു. അതില് ഗോപികകളുടെ അടുത്ത് പറഞ്ഞു പോകും, നമ്മുടെ ഉണ്ണിപ്പ് ഇവിടെ ഉള്ള പോലെയൊന്നും അല്ല, അവിടെ വലിയ ആളായിരിക്കുന്നു, തലയിൽ കിരീടം വെച്ചിട്ടുണ്ട്, സിംഹാസനത്തിലിരിക്കുന്നു, എപ്പോഴും തിരക്കാണ്, ഒരുപാട് ആളുകൾ കാണാൻ വരുന്നു, വലിയ വലിയ രാജാവാണെന്നോ. അപ്പൊ ഗോപികൾ കരഞ്ഞുകൊണ്ട് ഒരു ഗോപിക മറ്റൊരു ഗോപിക എടുത്ത് ഓടിപ്പോയി പറഞ്ഞിട്ട്, നമ്മുടെ കുട്ടി കേടുവന്നു പോയി കേട്ടോ, ചീത്തയായി പോയി. ഇപ്പൊ തലയിൽ മയിൽപീലി വെക്കണില്ല അത്രേ, പുല്ലാങ്കുഴൽ വായിക്കണില്ല അത്രേ, എപ്പോഴും രാഷ്ട്രീയവും പ്രശ്നങ്ങളും ഒക്കെ നശിച്ചുപോയി. എന്നിട്ട് ഓട്ടൂരിന് ഒരു പാട്ടുണ്ട്, ചെക്കനെ ഇവിടുന്ന് പറഞ്ഞേക്കേണ്ടിയിരുന്നില്ല, ഇവിടുന്ന് പോയതോടുകൂടെ ചീത്തയായി പോയി, വൃന്ദാവനത്തുനിന്ന് പോയതോടുകൂടെ എപ്പോഴും രാഷ്ട്രീയവും പ്രശ്നങ്ങളും യുദ്ധവും ഒക്കെ അത്രേ. ഇപ്പൊ പുല്ലാങ്കുഴലൊന്നുമില്ല, കയ്യിൽ എന്തോ ഒരു ചക്രോ എന്തോ ഒരു സാധനം പിടിച്ചോണ്ട് നടക്കണമെന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും അല്ലേ. അവർക്ക് ഭഗവാന്റെ വിഭൂതിയിലൊന്നും ആഗ്രഹമില്ല, ആശ്ചര്യങ്ങളിലൊന്നും ആഗ്രഹമില്ല, അദ്ഭുതങ്ങളിലൊന്നും ആഗ്രഹമില്ല. ഭഗവാൻ തന്നെയാണ് മുഖ്യം, ഭഗവാന്റെ ഒന്നും മുഖ്യമില്ല. അപ്പൊ അർജുനൻ ഭഗവാന്റെ ശക്തി വിശേഷം വിശ്വരൂപം കാണും. ഗോപികകൾക്ക് വിശ്വരൂപമൊന്നും കാണാൻ ഇഷ്ടമില്ല അവർക്ക്. അർജുനൻ ആദ്യം പറഞ്ഞു, പിന്നെ അവസാനം പറഞ്ഞു എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. വിശ്വരൂപം കാണണമെന്ന് ഇതോ കണ്ടോളൂ, എവിടെ സ്ക്രീൻ, മമ ദേഹേ ഗുഡാകേശ, എന്റെ ശരീരത്തിൽ തന്നെ കണ്ടോളൂപ്പാ. താൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ തന്റെ തന്നെ ശരീരത്തില് എല്ലാം കണ്ടോളൂ. ഇഹൈകസ്ഥം, ഇവിടെ തന്നെ നിന്നുകൊണ്ട് എവിടെ അനങ്ങേണ്ട ആവശ്യമില്ല. ജഗത് കൃത്സ്നം, എൻറ്റയർ ജഗത്ത്, എൻറ്റയർ വേൾഡ്, എൻറ്റയർ യൂണിവേഴ്സ് എവിടെ ഉള്ളത്? ടൈം സ്പേസ് ഒക്കെ അല്ലേ? നമ്മള് ആറാഞ്ഞു പോയാൽ വിശ്വത്തിലെ ഗാലാക്സീസ് പോയിക്കൊണ്ടേയിരിക്കുക. എവിടെ പോവും? എന്തൊക്കെയോ പുതിയ പുതിയ ഗ്രഹങ്ങളും പുതിയ പുതിയ പ്ലാനറ്റ്സും എന്തൊക്കെയോ കാണുന്നു. അതിലൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കണു. എവിടേക്കോ അന്വേഷിക്കണു. എവിടെയാ വൈകുണ്ഠം, എവിടെയാ കൈലാസം? ഈ ഇസ്കോൺ ഇവരുടെ പുസ്തകത്തിൽ ഒരു ചിത്രം കണ്ടു. മരിച്ചു കഴിഞ്ഞ ഒരു ജീവൻ അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പറന്നു പോണത്, വേറെ ഒരു പ്ലാനറ്റ്. കാണാൻ നല്ല സുഖമുണ്ടാവും.
ഏതോ ഒരു പ്ലാനറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. എത്രയോ ഗ്രഹങ്ങൾ, എത്രയോ ദൂരത്തിൽ, എവിടെയൊക്കെ ബ്രഹ്മാണ്ടത്തിൽ എവിടെ പോയി അന്വേഷിക്കും? അഥവാ ഈ സ്പേസിന് എവിടെയെങ്കിലും ഒരു എൻഡ് ഉണ്ടോ? ടൈമിന് എവിടെയെങ്കിലും ഒരു എൻഡ് ഉണ്ടോ? എല്ലാം ടൈമും സ്പേസും കോസേഷനും ഒക്കെ ഇവിടെ കണ്ടോളൂ എന്നാണ്. കൃഷ്ണം ജഗത് പശ്യ അദ്യ, ഇന്ന് തന്നെ, ഇപ്പൊ തന്നെ, സചരാചരം, ചരവും അചരവും ഒക്കെ ഇവിടെ കണ്ടോളൂ. എവിടെ? മമദേഹേ ഗുഡാകേശ, ഈശ്വരന്റെ ശരീരം എന്താ? ചിത് ശരീരി. ഭട്ടതിരി പറഞ്ഞു ഗുരുവായൂരപ്പന്റെ ശരീരം എന്താണെന്ന് വെച്ചാൽ ത്വദ്വപുഹു ഛിദ്രസാർദ്രം, ചൈതന്യ ശരീരം. ഇതിൽ കണ്ടോളൂന്നാണ്. മമദേഹേ ഗുഡാകേശ യച്ഛ അന്യദ്രഷ്ടുമിച്ഛസി. ഇനി എന്തെങ്കിലുമൊക്കെ നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കണ്ടോളൂ എന്നാണ്. നീ സൃഷ്ടി ചെയ്തോള. എന്താ കാണണ്ടെന്ന് വെച്ചാൽ ആഗ്രഹിച്ച കാണും, സങ്കല്പിച്ച കാണും. എന്തെങ്കിലും ഒരു ഡിസയർ വന്നാൽ നടക്കും. ശ്രുതി പറയണത് ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നതാണ്. അങ്ങനെ നടക്കും. പക്ഷെ ടൈം, കാലം അതിനാവശ്യമുണ്ട്. ആഗ്രഹിച്ച ചില ഇപ്പം നടക്കാൻ വകുപ്പുണ്ടാവില്ല. പഴയ ആഗ്രഹമൊക്കെ ബാക്കിയുണ്ടല്ലോ. അതൊക്കെ ചിലപ്പോൾ അടുത്ത ജന്മം ആഗ്രഹിച്ചോളൂ. നടന്നുകൊണ്ടേയിരിക്കും, ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കാം, നടത്തിക്കൊണ്ടേയിരിക്കാം, വീണ്ടും 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 ജന്മം എടുത്തുകൊണ്ടേയിരിക്കാം. ആഗ്രഹങ്ങൾ നിർത്തിയാൽ പൂർണ്ണമായി. അതാണ് ബുദ്ധൻ അവസാനം കണ്ടുപിടിച്ചത്. ആഗ്രഹിച്ച് ഞാൻ ഒരുപാട് വീട് കെട്ടി. അപ്പൊ ആഗ്രഹിക്കണമെന്ന് നിർത്തിയതോടുകൂടെ ഉള്ള വീടുകളൊക്കെ പൊളിഞ്ഞു വീണു. ആഗ്രഹങ്ങളൊക്കെ അവസാനിപ്പിച്ചു. അപ്പൊ ഒന്നും ആകാനില്ല, ഒന്നും ആയിത്തീരാനോ നേടിയെടുക്കാനോ ഒന്നുമില്ല. അപ്പൊ സങ്കല്പിക്കുമ്പോ ഭഗവാൻ പറഞ്ഞു അർജുനനോട്, നിനക്ക് എന്തെങ്കിലും സൂക്ഷ്മ വാസന ഉണ്ടോ, ഡിസയർ ഉണ്ടോ, ഇറ്റ് വിൽ ഫ്രക്ടിഫൈ. മുമ്പിൽ വരും. മമദേഹേ ഗുഡാകേശ യച്ഛ അന്യത്. ഇനിയിപ്പോ ഈ കാണുന്നതൊന്നുമല്ലാതെ വല്ലതും കാണാനുണ്ടോ? കണ്ടോടാം, ഇവിടെ തന്നെ കണ്ടോടാം. ഈ ശക്തി ജ്ഞാനികളിലുണ്ടാവും. ഈശ്വരത്വം ദക്ഷിണാമൂർത്തി സ്തോത്രത്തില് ഭഗവാൻ പറയണത് സ്യാദ് ഈശ്വരത്വം സ്വതസിദ്ധേത് പുനരഷ്ടതാപരിണതം ച ഐശ്വര്യം അവ്യാഹതം. ഈശ്വരന്റെ സിദ്ധിയും ശക്തിയും ജ്ഞാനികൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നുള്ള നിലയിലുണ്ടാവും. എപ്പോഴും അഖണ്ഡവുമായി നിത്യസംബന്ധം വെച്ചുകൊണ്ടിരിക്കുന്ന സൂര്യകൾക്ക് വേണമെങ്കിൽ എവിടെ ഉള്ളതും പോയി കാണണമെന്നില്ല, കേൾക്കണമെന്നില്ല, അറിയണമെന്നില്ല, ഇവിടെ നടക്കും. പക്ഷെ സ്യാദ് വേണമെങ്കിലേ ഉള്ളൂ. അവർക്ക് വേണമെന്നൊന്നുമില്ല, അവർക്ക് ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ നടക്കുന്നതാണ്. ഭഗവാൻ രമണ ഭഗവാന്റെ ചരിത്രത്തിൽ തന്നെ ഒരുപാട് വന്നിട്ടുണ്ട്. ചില ഫോറിനേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് വന്ന ഹംഫ്രീസ് എന്ന് പറയുന്ന ഫോറിനർ വിരൂപാക്ഷ ഗുഹയിൽ വെച്ച് ഭഗവാനെ കാണുമ്പോൾ അയാളുടെ ജീവിതത്തിലുള്ള പല സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ മഹർഷി പറഞ്ഞുകൊണ്ടിരുന്നു. അത്രയും അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള സ്ഥലം, വീടൊക്കെ, ചിലരുടെ കാര്യത്തിലൊക്കെ അവരുടെ സ്ഥലം, അവിടുത്തെ വീടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ പറയണം? ഇതൊക്കെ ഒരു ഓർമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർമ്മയൊന്നുമല്ല, അവര് മുമ്പിൽ വരുമ്പോ അത് കാണുന്നു, അത്രയേ ഉള്ളൂ. കാഞ്ചി പരമാചാര്യരുടെ ലൈഫിൽ നോക്കിയാൽ ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന്റെ ലൈഫിൽ അവര് ചുമ്മാ ഇരിക്കുകയാണ്. വേണമെങ്കിൽ മുമ്പിൽ വരുന്ന ആളുടെ പ്രാരബ്ധ അനുഗ്രഹം ചെയ്യണമെങ്കിൽ അതങ്ങനെ സ്പോണ്ടേനിയസ്. അപ്പോ ചെറിയ ചെറിയ കാര്യം പോലും, വലിയ കാര്യമൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യം. ഇപ്പൊ തന്നെ ഈ ഇന്റർവ്യൂ പരമാചാര്യരുടെ സമാധിക്ക് ശേഷം പലരും പറഞ്ഞതില്, ഇപ്പൊ ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടല്ലോ സുബ്രഹ്മണ്യ സ്വാമി, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു ഇത് റെക്കോർഡഡ് തന്നെ ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ചെറിയ കാര്യം, ചെറിയൊരു കാര്യം, പക്ഷെ ആ ചെറിയ കാര്യം പോലും നമുക്ക് അത്ഭുതമാണ്. എന്താന്ന് വെച്ചാൽ എവിടെയോ പോകണു, നടുവില് കാട്ടിന്റെ ഉള്ളില് കാർ ബ്രേക്ക് ഡൗൺ ആയി, വേലൂർ സൈഡിലാണ്, ഇറങ്ങി നിൽക്കുകയാണ്, എവിടെ പോകുമെന്ന് അറിയില്ല, വളരെ ഡേഞ്ചറസ് ഏരിയ അന്നത്തെ സമയത്ത്. ആ സമയത്ത് കറക്റ്റായിട്ട് ഒരു വണ്ടി വന്നു. അദ്ദേഹം പറയണത്, ഞാൻ വളരെ ലോജിക്കൽ പേഴ്സൺ, ഈ വിശ്വാസിക്കുന്ന ആള് ഭക്തനൊന്നുമല്ല. മഠത്തുനിന്നൊരു വാഹനം വന്നു, രണ്ടുപേരും ഇറങ്ങി പറഞ്ഞു, നിങ്ങൾക്ക് ടയർ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അത്ര കാറിന്റെ ടയർ പഞ്ചറായി, ടയർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെ പരമാചാര്യ പറഞ്ഞു, വിളിച്ചു പറഞ്ഞു, സുബ്രഹ്മണ്യ സ്വാമിയുടെ കാറിന്റെ ടയർ പഞ്ചറായിട്ട് ഡേഞ്ചറസ് ആയിട്ട് ഒരു ഏരിയയിൽ കുടുങ്ങിയിരിക്കുകയാണ്, കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്. അവിടുന്ന് 2 hours ഉള്ളൂ അവർക്ക് വരാൻ.
ചെറിയ കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഇതൊരു അത്ഭുതം വിശ്വസിക്കുന്ന ആള് പറയണതൊന്നുമല്ല. ഇതൊക്കെ എന്താ, ഇതിപ്പോ വലിയ പ്രയോജനം ഉണ്ടോന്ന് വെച്ചാൽ അതിൽ വലിയ പ്രയോജനമൊന്നുമില്ല. ബട്ട് ജസ്റ്റ് എ സാമ്പിൾ എന്ന് വെച്ചാൽ സർവജ്ഞത്വ ബീജം ജ്ഞാനികളിൽ പോലും ഉണ്ട്. നമ്മളെ പോലെ സ്ഥൂല ശരീരത്തോടെ അവരിയ്ക്കുമ്പോ പോലും വേണമെങ്കിൽ ചില ഭക്തന്മാർക്ക് അനുഗ്രഹിക്കാനായിട്ടൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങനെ വരും. ആ സമയത്തേക്ക് വരും. അത് അവർക്ക് തന്നെ അതിന്റെ ആഗ്രഹമൊന്നുമില്ല. ഒരു വലിയ റിസർവോയർ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് പണം കൊടുക്കാന്ന് പറയണ പോലെയാ. ബാക്കിൽ വലിയൊരു പെട്ടി ധാരാളമുണ്ട്, തനിക്ക് ആവശ്യമൊന്നുമില്ല, പക്ഷെ ആർക്കെങ്കിലും വേണമെങ്കിൽ തുറന്നെടുത്ത് കൊടുക്കാന്ന് പറയണ പോലെ. ആ സർവജ്ഞത്വം ജ്ഞാനികളിൽ തന്നെ ചിലപ്പോൾ മാനിഫെസ്റ്റ് ആവും, ഈശ്വരത്വം എന്ന് പറയണത്. അപ്പോ ഇവിടെ ഭഗവാൻ പറയണതിലപ്പോ എന്താ ആശ്ചര്യമുള്ളത്? ഭഗവാൻ പറയണതാ, കണ്ടോടാ, എന്തൊക്കെ നിനക്ക് കാണണോ, എന്തൊക്കെ ആഗ്രഹം കണ്ടോളൂ. ഭഗവാൻ, നമ്മുടെ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായി ജ്ഞാനം നേടിയ ഒരു മഹാത്മാ, വലിയ ഒരുപാട് ശിഷ്യന്മാരുണ്ട് അദ്ദേഹത്തിന്, ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, 90s പോയി. അദ്ദേഹം പറയും വലിയ ജ്ഞാനനിഷ്ഠനായിരുന്നു, ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. അദ്ദേഹം പറയും ഒരു സമയത്ത് ചിലർ വന്നിട്ട് ഒരുപാട് വിഷമിക്കും, ദാരിദ്ര്യം, വിഷമം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഉള്ളിലൊരു കമ്പാഷൻ വരും. അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അനുഗ്രഹം ചെയ്യണമെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന കയ്യിലുണ്ടാവും അത്ര പണം, കയ്യിലുണ്ടാവും എന്തെങ്കിലും സാധനം അവർക്ക് കൊടുക്കാൻ വേണ്ട വസ്തു, കൈ അടച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെ ഡെലിബറേറ്റ് ആയിട്ട് അത് വേണ്ട വെച്ചു തന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല മാജിക് കഥ പോലെ ആവും. ഇതിപ്പോ എന്തിനാ പറയണതെന്ന് വെച്ചാൽ ഈ ലോകത്തിന് അത്രയേ സത്യത്വം ഉള്ളൂ എന്നറിയാം. നിങ്ങളുടെ സയൻസ് ഒക്കെ വെറും കള്ളമാണ്. ഇറ്റ്സ് ഓൾ മെയ്ഡ് ഓഫ് ഡ്രീം പ്രോഡക്ട്സ്. നിങ്ങൾ ഈ പറയണ തൂണും വീണു, അതുകൊണ്ടാണ് ഭാഗവതത്തിൽ ഇപ്പൊ തൂണിന്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ വന്നു. തൂണിന്റെ ഉള്ളിൽ നിന്ന് വരുമോ? എവിടുന്ന് വേണമെങ്കിൽ വരാപ്പ. തൂണിന്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ വന്നു, തൂണിന്റെ ഉള്ളിൽ നിന്ന് വരും. നിങ്ങൾക്ക് ഭാവമുണ്ടോ? ഭാവം ഉണ്ടെങ്കിൽ ഒരു പാഷാണത്തിൽ ഭഗവാൻ വരും, ഒരു കല്ലിൽ ഭഗവാൻ വരും. ഈശ്വരത്വം ഇറ്റ് ക്യാൻ മാനിഫെസ്റ്റ് എനിവേർ. ഇത് സോളിഡ് വേൾഡ് എന്ന് പറയുന്നത് വെറും സ്വപ്നം. ഈ സ്വപ്നത്തിൽ പോയി കാര്യങ്ങൾ സാധിക്കാൻ നിൽക്കാതെ ഉണരാതാണ് ഉത്തിഷ്ഠത. സ്വപ്നമൊക്കെ അവസാനിപ്പിക്കാൻ. എത്ര നല്ല സ്വപ്നമാണെങ്കിലും സ്വപ്നം മാത്രമാണ്. ഇഹൈകസ്ഥം ജഗത്കൃഷ്ണം പശ്യാദ്യ സചരാചരം മമദേഹേ ഗുഡാകേശ. എന്റെ ശരീരത്തിലെ ഹേ അർജുന, എന്തൊക്കെ നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടോ ഒക്കെ കണ്ടോളാം. ഇനി തനിക്ക് സങ്കല്പമൊക്കെ ഫ്രക്ടിഫൈ ആവും, ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാവും, കണ്ടോളാം. അപ്പൊ അർജുനൻ പറഞ്ഞു, എങ്ങനെ ഒന്നും കാണാനില്ലല്ലോ, ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പ ഐ വിൽ ഗിവ് യു സം സ്പെഷ്യൽ പവർ. ഈ 3D കാണാൻ ഒരു കണ്ണാടി കൊടുക്കില്ലേ, അതുപോലെ ഭഗവാൻ പറഞ്ഞു, നിനക്ക് ഞാൻ പ്രത്യേക ഒരു കണ്ണ് തരാം. ഈ കണ്ണുകൊണ്ട് കാണുന്ന പോലെ തോന്നും, പക്ഷേ ഉള്ളിലൊരു കണ്ണ് തുറക്കേണ്ടിയിരിക്കണം. അതുകൊണ്ട് കണ്ടുകൊള്ളാം. നതുമാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യമേ യോഗമൈശ്വരം. സിദ്ധികളെയൊക്കെ പറയുമ്പോ ഏകാദശ സ്കന്ധത്തിൽ ഭാഗവതത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഒരു പ്രത്യേക സ്ഥലത്തിൽ സംയമം ചെയ്താൽ ഈ വിശ്വരൂപ ദർശനം ഉണ്ടാവും, യോഗികൾക്ക് പോലും സാധ്യമാണെന്നാണ് ഭഗവാൻ തന്നെ പറയേണ്ടത്. വിരാട് രൂപ ദർശനം ഉണ്ടാവും. ഇപ്പോ വ്യാസൻ തന്നെ ഹസ്തിനാപുരത്തിൽ ഇരുന്നു കൊണ്ട് സഞ്ജയന് ഈ ശക്തി കൊടുത്തു. കണ്ടോളാന്ന്, ഇവിടെ ഇരുന്ന് ആ യുദ്ധഭൂമിയിൽ നടക്കണതൊക്കെ കണ്ടോളൂ. ധൃതരാഷ്ട്രരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ നേരിട്ട് കാണുമെന്ന് ചോദിച്ചു. അയ്യോ, കാണാൻ എനിക്ക് വയ്യാന്ന്, ആരെങ്കിലും പറഞ്ഞ് കേട്ടാ മതി എന്ന് പറഞ്ഞു. ചിലർക്ക് വീഡിയോ ഇഷ്ടമല്ല, ഓഡിയോ മതി, കേട്ടാ മതി.
അങ്ങനെയാണ് സഞ്ജയൻ ആ ശക്തി കൊടുത്ത സഞ്ജയൻ പറയണത്. അപ്പോ ഇവിടെ നതുമാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷ, ഈ ബാഹ്യമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ആന്തരികമായ ഒരു കണ്ണ് വേണം. ദിവ്യം ദദാമിതേ ചക്ഷുഹു, ഒരു ദിവ്യമായ കണ്ണ് ഞാൻ തനിക്ക് തരാം. എല്ലാം ഈ സ്പിരിച്വൽ വിഷൻസ്, ദർശനങ്ങളൊക്കെ തന്നെ ആന്തരികമായ കണ്ണുകൊണ്ടാണല്ലോ. അതുകൊണ്ട് എപ്പോഴും നോക്കൂ, നമ്മളുടെ ശാസ്ത്രങ്ങളൊക്കെ ഗുരു ഉപദേശിക്കുമ്പോൾ ഉപദേശിക്കുന്നതിന് മുമ്പ് ഒരു അനുഗ്രഹമുണ്ട്. ഉപദേശിക്കുന്നതിന് മുമ്പ് അനുഗ്രഹിക്കുക. ഭാഗവതത്തിൽ ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിക്കുമ്പോൾ തന്നെ പറയണം, ഞാൻ പറയണതൊക്കെ നിനക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ അനുഗ്രഹിക്കണമെന്ന്. അല്ലെങ്കിൽ ഈ മൂളയും വെച്ചോണ്ട് ഈ ബുദ്ധിയും വെച്ചോണ്ട് ഒന്നും മനസ്സിലാവല്ലേ. പട്ടണത്താർ പറഞ്ഞു, ഗുരു ഉപദേശിച്ചു ഉപദേശിച്ചു ഉപദേശിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. എന്തൊക്കെയോ ഉപദേശിച്ചു. ഇരുളാണ് പൊരുൾ കണ്ടതല്ലാൽ കണ്ട എന്നെയും കണ്ടില്ലേൻ എന്നടി തോഴി. എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പറയാണ്, തോഴിയുടെ അടുത്ത്, സഖിയുടെ അടുത്ത് പറയാണ്, എനിക്കൊന്നും മനസ്സിലായില്ല, ഒക്കെ ഇരുട്ടായിട്ട് കണ്ടു എന്നാണ്. അരുളാലേ യവയും പാറേണ്ടാൻ. ഗുരുവിനടുത്ത് ചോദിച്ചപ്പോ ഗുരു പറഞ്ഞു, എനിക്ക് വേറെ ഒരു പവർ തരാം, ഒരു കൃപ, അത് തന്നാൽ നീ കാണും, ഇവിടെ തന്നെ കാണും. ഇവിടെ തന്നെ കാണുന്നതൊക്കെ ജ്യോതിസ്വരൂപമായി ഈശൻ കലയன்றി വേറൊന്നും കണ്ടില്ലേൻ തോഴി. ദുഷ്ട ഇരുളാം കളയെ കളയുന്ന പിൻ പാത്തേൻ. ഉള്ളിൽ അജ്ഞാനത്തിന്റെ കള പറിച്ചു കളഞ്ഞപ്പോ ഈശൻ കളയன்றി വേറൊന്നും കണ്ടില്ലേൻ തോഴി. ഈശ്വരന്റെ കള എന്നുവെച്ചാൽ, കള എന്നുള്ളതിന് തമിഴിൽ രണ്ടർത്ഥം. ഒന്ന് നമ്മള് വയലിൽ പറിച്ചു കളയുന്ന കള, വീഡ്സ്. മറ്റൊന്ന് കള എന്ന് വെച്ചാൽ ജ്യോതി. ஈசன் கலையன்றி வேறொன்றும் கண்டில்லேன் தோழி. முகத்துல பாரு என்ன கலை அப்படிம்பா இல்லையா தமிழ்ல. ஒரு சுவாமியை பார்த்து ஒருத்தர் சொன்னார், அவர் முகத்துல தவக்கலை அப்படிம்பா. തവക്കളെന്ന് തമിഴില് തവളാന്ന് അർത്ഥം. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് തപസ്സിന്റെ കള എന്ന് പറഞ്ഞു. പിന്നെ തവക്കള എന്ന് പറഞ്ഞു. തവക്കള എന്ന് പറഞ്ഞാൽ തവളാന്നർത്ഥം. തവള പോലെ ഉണ്ട് മുഖം. ഈശൻ കളയன்றി വേറൊന്നും കണ്ടില്ലേൻ തോഴി. ഈശ്വരന്റെ ജ്യോതി കണ്ടു, ഇഫൽസൻസ്. അതെങ്ങനെ കണ്ടു? ഗ്രേസ്. ഈ കണ്ണ് തന്നെ ഇറ്റ് ഗെറ്റ്സ് ഡിവൈനൈസ്ഡ്. വാസ്തവത്തിൽ നമ്മൾ ഈ കണ്ണുകൊണ്ടൊന്നുമല്ല കാണുന്നത്. യോഗികൾ എങ്ങനെയൊക്കെ കാണുന്നതാണ് പറയാം. ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ എല്ലായിടത്തേക്കും വെളിച്ചം പോലെ വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ഹസ്തവുത വിശ്വതസ്പാത്. സർക്കുലർ വിഷനാണ്. ആ വിഷൻ കണ്ണുകൊണ്ടൊന്നുമല്ല, ആ ഉള്ളിലുള്ള ജ്യോതി തന്നെ എല്ലാം കാണും. ഇറ്റ്സ് ഓൾ നോയിങ്, യസ് സർവജ്ഞ, യസ് സർവവിദ്. സോ അതിന്റെ ഒരു ചെറിയ ഒരു കൃപ ഉണ്ടാവുമ്പോ അലൗകിക വസ്തുക്കൾ കാണാനും വിശ്വസിക്കാനുള്ള ശക്തി ഉണ്ടാവും. വിശ്വാസം പോലും ഒരു കണ്ണാണ്. വിശ്വാസം എന്ന് പറയണത് ഒരു കണ്ണാണ്. രവീന്ദ്രനാഥ് ടാഗോർ പറയുന്നുണ്ട്, ലോങ് ബിഫോർ സൺറൈസ് ബേർഡ്സ് സ്റ്റാർട്ട് ചിർപ്പിംഗ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ പക്ഷികള് കൂജനം ചെയ്ത് തുടങ്ങും അല്ലേ? അവർക്ക് എങ്ങനെ അറിഞ്ഞു? അവർക്ക് വാച്ച് ഉണ്ടോ? നോക്കൂ, ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കണതിന്റെ കുഴപ്പം നേച്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇല്ലേ? നമുക്ക് വാച്ചില്ലെങ്കിൽ സമയം അറിയില്ല, സൂര്യൻ ഉദിക്കാനായോ അറിയില്ല, ഒന്നും അറിയില്ല. ഈ പക്ഷികള് സൂര്യൻ ഉദിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ചലച്ചു തുടങ്ങും. രവീന്ദ്രനാഥ് ടാഗോർ പറ, they know how to feel light. വെളിച്ചത്തിനെ കാണണ്ട, they can feel light. നമുക്ക് സെൻസ് ഉണ്ടോ? നമ്മളുടെ സെൻസ് നമുക്കുണ്ട്, പക്ഷെ നമുക്ക് പോയി. കാരണം എന്താ? നമ്മൾ പുറത്തുള്ള ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കണം. ശരിക്കും എല്ലാ ഇൻസ്ട്രുമെന്റും വേണ്ടാന്ന് വെച്ച് ഇതൊക്കെ ആശ്രയാണ് വെച്ച് അവസാനം മനസ്സ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റും ആ ഉപയോഗിക്കുന്നത് നിർത്തിയാൽ എല്ലാം അറിയും. അപ്പൊ മരുന്ന് കട വേണ്ട, ആസ്പത്രി വേണ്ട, ഒന്നും വേണ്ട. എന്ത് മരുന്ന് വേണോ അപ്പൊ അറിയും, എന്ത് രോഗത്തിനും പരിഹാരം വേണോ അറിയും. മരണം പോലും മുൻകൂട്ടി അറിയും. പ്രകൃതിയിൽ മരണത്തിനെ മുൻകൂട്ടി അറിയാത്ത ഒരേ ഒരു ജീവിയേ ഉള്ളൂ, മനുഷ്യൻ മാത്രം.
അറിയോ? നമ്മൾ വലിയ അഭിമാനിക്കുന്നുണ്ടല്ലോ, ഏറ്റവും ബുദ്ധിയുള്ള ജീവി എന്നാണ്. ബുദ്ധി എന്ന് പറയുന്നത് നമുക്ക് വന്നിരിക്കുന്ന ഒരു ക്യാൻസറാണ്, ഒരു രോഗമാണ്. റിസർച്ച് വളരെ ആശ്ചര്യമാണ്. നോക്കൂ, ആഫ്രിക്കയിൽ കാട്ടിലെ ആനകളൊക്കെ, ഒരു ആന മരിക്കാനായി കഴിഞ്ഞാൽ അതിനറിഞ്ഞ് ഒരു സ്ഥലത്ത് പോയി ഒരേ സ്ഥലത്ത് മരിക്കണമെന്നാ പുതിയൊരു കണ്ടുപിടുത്തപ്പോ. ഒരേ സ്ഥലത്ത് അവരുടെ ഒരു ക്രിമേഷൻ ഗ്രൗണ്ട് പോലെ. ബാക്കിയുള്ള ആനകളൊക്കെ അവിടെ വന്ന് നിൽക്കും. അത്ര 7 ദിവസം 10 ദിവസമൊക്കെ ആവും ഒരു ആന മരണത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതിന് മരണം കഴിയണ വരെ മറ്റേ ആനകളൊക്കെ നിന്നിട്ട് തിരിച്ചു പോകണമെന്നൊക്കെ പറയും. പക്ഷികളൊക്കെ, എത്ര പക്ഷികളുണ്ടല്ലേ, എത്ര കാക്കകളുണ്ട്. ഈ കാക്കയെ ഒരു മനുഷ്യൻ തിന്നില്ല. അതൊക്കെ എവിടെയെങ്കിലും നാച്ചുറലായിട്ട് മരിച്ചു കിടക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോക്കൂ, അതിന്റെ ഏതോ ഷോക്ക് അടിച്ച് മരിച്ചു കിടക്കുന്നത് ഉണ്ടാവും. അല്ലാതെ അതൊക്കെ എന്ത് സംഭവിക്കണു? നമ്മളാണ് ഈ ശവകുടീരം ഉണ്ടാക്കി സെമിത്തേരികൾ ഉണ്ടാക്കി സ്ഥലമില്ലാതായിരിക്കണു ഇപ്പൊ ഭൂമിയില്. ഇത്ര പക്ഷികളുണ്ട്, എവിടെ പോയി മരിക്കണോ ഇവരൊക്കെ? പ്രപഞ്ചം മുഴുവനും ഈശ്വരൻ നമ്മൾ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ ഒരു കണ്ണു വെച്ചുകൊണ്ട് നോക്കിയാൽ അറിവ് തന്നെ സമാധിയാണ്. അറിയുമ്പോ തന്നെ സമാധി അനുഭവമാണ്. ആശ്ചര്യം, ഈശ്വരനെ കാണും നമ്മളിവിടെ. എന്തോ നമ്മളൊരു യോഗി എവിടെയോ ഉള്ള കാര്യം ഒരു പ്രാവശ്യം എപ്പോഴോ ഒരു കാര്യം സമയത്ത് അറിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ അയാൾ വലിയ കാര്യം എന്ന് പറയുന്നു. ഇവിടെയുള്ള നായ്ക്കും പൂച്ചയ്ക്കൊക്കെ ഉള്ള ശക്തിയുണ്ട്. ഒരു വൈദ്യന് എന്തോ ഒരു രോഗം കണ്ടുപിടിക്കാനുള്ള ശക്തി ഉണ്ടായെന്ന് വെച്ചാൽ അയാളെ നമ്മൾ എന്തോ പറയണു. ഒരു നായ അതിന് സൂക്കേട് വന്നാൽ എവിടെയോ പോയിട്ട് എന്തോ തിന്നിട്ട് വരണു. പൂച്ചയ്ക്ക് അറിയണു, കുരങ്ങനെ അറിയണു. ഈശ്വരത്വം എല്ലായിടത്തുണ്ട്. വിശ്വം മുഴുവൻ നോക്കിയാൽ ഏറ്റവും ശോചനീയമായ ജീവി നമ്മളാണ്. കാരണം എന്താ? നമ്മള് ആശ്രയമുള്ളവരാണ്. മനസ്സിനെ ആശ്രയിക്കണു, ബുദ്ധിയെ ആശ്രയിക്കണു, പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കി ആശ്രയിക്കണു, ഒരുപാട് ആശ്രയം. അതുകൊണ്ട് എന്താ? സോഴ്സ് എന്നുള്ള ഒറിജിനൽ അറിവ് പോയി നമുക്ക്. അപ്പൊ ആ അറിവ് സ്പെഷ്യലായിട്ട് ഈശ്വരൻ വന്ന് തരേണ്ടിയിരിക്കണം. അതുകൊണ്ട് നോക്കൂ, ഉള്ളു നോക്കൂ. അധ്യാത്മമായിട്ടുള്ള ദർശനങ്ങളൊക്കെ ഉള്ളിലാണ് നടക്കുന്നത് അല്ലേ? സ്വപ്നത്തില് മഹാത്മാക്കളെ കാണുക, ജ്ഞാനികളെ കാണുക, ഇതൊന്നും സ്വപ്നമായിട്ട് കണക്കാക്കാൻ പാടില്ല എന്നാണ്. അതൊക്കെ ആന്തരികമായ ചക്ഷുസ് കൊണ്ട് കാണുന്ന ഒരു ദർശനം. ഇപ്പോ ഉപദേശം, മന്ത്രോപദേശമൊക്കെ ജാഗ്രതയിൽ നടക്കുന്നതിനേക്കാളും പ്രബലമാണ് സ്വപ്നത്തിൽ നടക്കുന്നത്. അധ്യാത്മമായിട്ട് സ്വപ്നം ജാഗ്രതത്തിനേക്കാളും സത്യമാണ്. എന്താന്ന് വെച്ചാൽ അതിന്റെ ഇമ്പാക്ട് ഇനിയും കൂടുതൽ അടുത്തുണ്ട്. ജാഗ്രതത്തിൽ ചിലതിനൊന്നും നമ്മളുടെ മേലെ പ്രഭാവം ഉണ്ടാവില്ല, സ്വപ്നത്തിന് പ്രഭാവം കൂടും. അപ്പോ ഈ ഒരു വിഷൻ ഇവിടെ അർജുനൻ ഉണ്ടാവണത്, വിശ്വത്തിലെ എല്ലാ സ്ഥലത്തുമായിട്ട് നടക്കുന്ന കാര്യം തന്നെ അർജുനൻ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത് ഒരു സ്ഥലത്ത്. പക്ഷെ അതിന് ഇമ്പാക്ട് അകത്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഈ കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ പറ്റില്ല അപ്പ, അതുകൊണ്ട് നിനക്ക് ദിവ്യമായ ഒരു ചക്ഷുസ് ഞാൻ നിനക്ക് തരാം, യോഗശക്തിയെ കണ്ടുകൊള്ളുക, അത് തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ കൊടുക്കാം. സഞ്ജയോ വാച ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. കൃഷ്ണാവതാരത്തിൽ മാത്രമാണ് ഈ വിശേഷം, യോഗേശ്വരോ ഹരിഃ. രാമാവതാരത്തിലൊന്നും പറയണില്ല. ഭഗവാൻ യോഗേശ്വരനായിട്ട് തന്നെയാണ് ഇരുന്നത്, ഒരു മറയുമില്ല. വിത്ത് ഓൾ പവേഴ്സ് അല്ലേ? അതാണ് ഭാഗവതത്തില് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറഞ്ഞു. ഈശ്വരത്വത്തോടുകൂടെയാണ്, വിത്ത് ഫുൾ ഡെമോൺസ്ട്രേഷനാണ്. തന്റെ എല്ലാ പവറും തന്റെ കൈവശം വെച്ചുകൊണ്ട്. കാരണം അത്രയും മോശമായ ഒരു കാലമായിരുന്നു. അതുകൊണ്ട് രാമനെ പോലെ വന്നാലും ആളുകൾ കയറി നടന്നു കളയും.
അതുകൊണ്ടാണ് ലീലാശുകൻ പറഞ്ഞത്, യശോദ കഥ പറഞ്ഞു കൊടുത്തു അത്ര കൃഷ്ണന്. കുട്ടി കൃഷ്ണനെ മടിയിൽ വെച്ചിട്ട് ഊണ് കഴിക്കുക കൃഷ്ണ, ഞാൻ കഥ പറഞ്ഞു തരാം, ഉറങ്ങൂ എന്ന് പറഞ്ഞു. ഉറങ്ങാൻ കഥ പറഞ്ഞു കൊടുത്തപ്പോ രാമായണം കഥ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് രാമൻ കാട്ടിലേക്ക് പോയി. രാമോ നാമ ബഭൂവ. അപ്പൊ കൃഷ്ണൻ ഉറങ്ങാന്ന്. കുട്ടി ഉറങ്ങാണ് പാവം. രാമോ നാമ ബഭൂവ. രാമായണം ഭഗവാന് തന്നെ ബോറടിച്ചു. ഒരു ഉത്സാഹമില്ലാത്ത. തദബലാ സീതേതി. ശ്ലോകം അങ്ങനെയാണ്. ശ്ലോകം തന്നെ അങ്ങനെ. രാമോ നാമ ബഭൂവഹും തദബലാ സീതേതിഹും തൗ പിതുർവാച പഞ്ചവടി തദേ വിഹരത. കുട്ടി ഉറങ്ങണമെന്ന് കണ്ടപ്പോ വേഗം കഥ പഞ്ചവടി വരെ പോയി. പഞ്ചവടിയിൽ ഗോദാവരിയുടെ തീരത്തിൽ രാമനും സീതയും കൂടെ ഇരിക്കുമ്പോ താമാഹര ദ്രാവണ. രാവണൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ സീതയെ അപഹരിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞതും ആ രാമനല്ല അവിടെ. അപ്പൊ പകുതി ഉറക്കത്തിൽ ഉറങ്ങാൻ പുറപ്പെട്ടതാണ്, ചാടി എണീറ്റു എന്നാണ്. ഏവം ശൃണ്വൻ കഥാം. ആ കഥ കേട്ടുകൊണ്ട് ഹരി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സൗമിത്രേ ക്വധനുർധനുർധനുരിതി വ്യഗ്രാഗിരഃപാതുവ. സ്വയം രാമനായിട്ട് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ലക്ഷ്മണ വില്ലെവിടെ വില്ലെവിടെ, വില്ല് കൊണ്ടുവരും, ഇപ്പൊ തന്നെ ഒക്കെ തീർത്ത. ഈ രാമനായിരുന്നെങ്കിൽ അപ്പോഴേ കഥ കഴിയുമായിരുന്നു. ഇത്രയൊന്നും ബോറടിച്ച് നീട്ടിക്കൊണ്ടു പോവില്ല. സൗമിത്രേ ക്വധനുർധനുർധനുരിതി. സോസോസോസോസൊന്നും പോക്കില്ല. അപ്പൊ കൃഷ്ണാവതാരത്തിൽ ഈ രാമാവതാരം പോലെ കരച്ചിലൊന്നുമില്ല അല്ലേ? ഭഗവാൻ രാമാവതാരത്തിലാണ് ഒരേ ട്രാജഡി. എല്ലാം പറഞ്ഞാ കേൾക്കണം, നല്ല മകൻ, ഒക്കെ സോസോസോസോന്നായി ഭഗവാൻ. അവിടെ രാമാവതാരത്തിൽ നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിട്ട് ഇരുന്നാൽ. അപ്പോ അതാണ് ശുഖബ്രഹ്മ മഹർഷി പറഞ്ഞത്, രാമൻ കരഞ്ഞു സീതയെ പിരിഞ്ഞു. അതാ അങ്ങനെ ഇരുന്നാൽ കരയേണ്ടി വരുന്നു കാണിച്ചുകൊണ്ട് നടന്നു എന്നാണ്. സീതയെ പിരിഞ്ഞ് കരഞ്ഞപ്പോ പറഞ്ഞു, സ്ത്രീസംഗിനാം ഗതിമിതി പ്രഥയൻസ്തചാര. വിളിച്ചുകൂവിക്കൊണ്ട് നടന്നു. മനുഷ്യന്റെ സ്ഥിതി ഇങ്ങനെയാണെന്ന് ഭഗവാൻ വിളിച്ചുകൂവിക്കൊണ്ട് നടന്നു രാമനായിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ആരാ? മഹായോഗേശ്വരോ ഹരിഹി. ഒന്നില് സംഘല. എല്ലാ കുണ്ടാമണ്ടിയുണ്ട്, എല്ലാ പ്രശ്നങ്ങളുണ്ട്, എല്ലാത്തിന്റെ നടുക്കിലുണ്ട്, എല്ലാ കുഴപ്പങ്ങളുടെ നടുക്കുണ്ട്. ഒന്നിനോടും സംഘല. സദാ ചിരിച്ചുകൊണ്ട് അവസാനം ലൈഫ് സക്സസ്ഫുൾ ആണോ എന്ന് വെച്ചാൽ മഹാഫെയിലുവർ. തന്റെ കുടുംബത്തിലുള്ളവരൊക്കെ തന്നെ പരസ്പരം അടിച്ച് ബഹളം കൂട്ടി. എല്ലാരും പറഞ്ഞു പ്രഭാസ് ലാസ്റ്റ് വരെ പിക്നിക്കാണ്. ജനിച്ച ദിവസം രാത്രി സർക്കിട്ട് ആരംഭിച്ചതാണ് അല്ലേ? ഒരു കൊട്ടയിൽ വെച്ചിട്ട് കൊണ്ടുപോയി വസുദേവൻ. അന്നു മുതൽ അവസാനത്തെ ദിവസം വരെ യാത്രയാണ്. അവസാനം പുറപ്പെട്ട് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകുമ്പോ യാദവരുടെ അടുത്ത് പറഞ്ഞു, ഇന്നെങ്കിലും ഞാൻ പറഞ്ഞത് കേൾക്കാം, നിങ്ങൾ ആരും മദിരാപാനം ചെയ്യരുത് എന്ന് പറഞ്ഞു, ബോട്ടിലൊന്നും എടുക്കരുത് എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, ഞങ്ങൾ എടുക്കണേ ഇല്ല, ഭരണിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഒക്കെ പ്രഭാസ തീർത്ഥത്തിൽ പോയി പറഞ്ഞാൽ കേൾക്കാതെ പരസ്പരം അടിച്ചു മരിച്ചു. അപ്പോഴും ഭഗവാൻ ചിരിച്ചുകൊണ്ടേയിരുന്നു. കൃഷ്ണാവതാരത്തിൽ ആദിമധ്യ അവസാനങ്ങളിൽ ഭഗവാൻ ആനന്ദരൂപ ഭഗവൻ. ഗീതയുടെ ഏറ്റവും വലിയ വ്യാഖ്യാനം കൃഷ്ണനാണ്. ഭഗവാൻ രമണ ഭഗവാന്റെ ഒരു ഭക്തൻ കാശിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പോകുമ്പോ അദ്ദേഹം ഗീതയൊന്നും വായിച്ചിട്ടില്ല, നല്ല യോഗിയാണ്. പക്ഷെ ഗീതയോ അങ്ങനത്തെ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ ഗംഗാതീരത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ തേജോമയമായ ഒരാൾ വന്നു. ഒരു കൗപീനം മാത്രം ധരിച്ച ഒരാൾ വന്നിട്ട്, ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ടോ? പഠിക്കുമെന്നു. ശരി, പഠിക്കാം. അതുവരെ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഗീത പഠിക്കുമ്പോ അർജുനനായിട്ട് പഠിക്കരുത്, കൃഷ്ണനായിട്ട് പഠിക്കുന്നു. എന്നുവെച്ചാൽ അർജുനനായിട്ട് പഠിച്ച് കേട്ട് കഴിഞ്ഞിട്ടൊക്കെ നന്നായിട്ടുണ്ടെന്ന് മറന്നുപോയി കളഞ്ഞു. കൃഷ്ണനാണ് ഗീതയുടെ വ്യാഖ്യാനം. എല്ലാ ജ്ഞാനി എങ്ങനെ ഇരിക്കണം, യോഗേശ്വരന് എല്ലാ മായ എന്താണെന്നറിയാം. എല്ലാത്തിന്റെ നടുവിലും ഒരു സംഘമില്ല.
യാതൊന്നിനോടും സംഘമില്ല. ഗീതയുടെ വ്യാഖ്യാനമാണ് ഭാഗവതം. ഭാഗവതം എന്താ? ഗീതയുടെ വ്യാഖ്യാനം. മഹായോഗേശ്വരോ ഹരിഹി, മഹായോഗേശ്വരനായ ഹരി ഇവിടെ അർജുനനോട് പറയാണ്, കണ്ടോളുക. എന്താ കണ്ടെന്ന് വെച്ചാൽ കണ്ടുകൊള്ളുക. ദർശയാമാസ പാർത്ഥായ, പാർത്ഥനായിക്കൊണ്ട് കാണിച്ചു കൊടുത്തു. എന്ത് കാണിച്ചു കൊടുത്തു? രൂപം ഐശ്വരം. തന്റെ ഐശ്വരം രൂപം, ഈശ്വര രൂപത്തിനെ, ശക്തിയെ, പ്രഭാവത്തിനെ കാണിച്ചു കൊടുക്കാണ്. വിശ്വരൂപത്തിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഈശ്വര സംബന്ധിയായ തന്റെ നിരതിശയമായ രൂപത്തിനെ കാണിച്ചു കൊടുക്കുകയാണ്. ആ രൂപം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊരു വക്ഷോ വിഭൂതി സഞ്ജയനും മുമ്പിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ കാണുമ്പോ ഇങ്ങനെ ധൃതരാഷ്ട്രോട് പറയണതാണല്ലോ നമുക്ക് കിട്ടണത് അല്ലേ? ആ വിശ്വരൂപത്തിനെ സഞ്ജയൻ വർണ്ണിക്കുകയാണ്. നോക്ക, അനേകവക്ത്രനയനം അനേകാദ്ഭുത ദർശനം അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. അനേകവക്ത്രനയനം, കാണുന്നത് മുമ്പിൽ ഒരു മുഖമൊന്നുമല്ല, അനേകം മുഖം. എവിടെ നോക്കിയാലും ഭഗവാന്റെ മുഖമാണ്. എവിടെ നോക്കിയാലും മുഖം, കണ്ണ്, കാത് ഒക്കെ ഉള്ളവനാണ് ഈശ്വരൻ അല്ലേ? ഒരു ചെറിയ പുഴു എടുത്ത് നോക്കും, അതിനൊരു കണ്ണുണ്ട്, ഒരു മൂക്കുണ്ട്, ചെവിയുണ്ട്, എല്ലാം. ഒരു ശരീരം ചീഞ്ഞുപോയാൽ അതിനകത്ത് കുറെ മൈക്രോബ്സ് ഒക്കെ വരും. അതിൻ്റെ അടുത്തേക്ക് എടുത്തു നോക്കൂ, അതിനൊരു കണ്ണുണ്ട്, ഒരു അഹമുണ്ട്, ഒരു ജീവനുണ്ട്, അതിനൊരു ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട്. ഈ ഇന്ദ്രിയങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? എല്ലാം ഒന്നും പുനർജന്മം കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. സദ്യോജാതം പ്രപദ്യാമി സദ്യോജാതായ വൈ നമോ നമഃ. എവിടെ നോക്കിയാലും കണ്ണുണ്ട്, ചെവിയുണ്ട്, സർവത്ര ദൃശ്യത്തെ. ഈ കണ്ണും ചെവിയും മൂക്കും ഒക്കെ ഈശ്വരന്റെ വിശ്വരൂപത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ്. ആത്മാവിന്റെ പവറാണത്. അത് കാണണമെന്ന് വിചാരിക്കുമ്പോൾ കണ്ണാവണു, കേൾക്കണമെന്ന് വിചാരിച്ചാൽ ചെവിയായി, മണക്കണമെന്ന് വിചാരിച്ചാൽ മൂക്കായി, രുചിക്കണമെന്ന് വിചാരിച്ചാൽ നാവായി, അഭിമാനിച്ചപ്പോ അഹങ്കാരമായി, സങ്കല്പിച്ചപ്പോ മനസ്സായി. എല്ലാം വേണ്ട, ഏകമായിട്ടിരിക്കണം തിരിഞ്ഞപ്പോ ബ്രഹ്മമായി. എല്ലാം അതിന്റെ പവറാണ്. കാണുമെന്ന് വിചാരിച്ചത്. ഇപ്പൊ കുട്ടികൾ ജനിക്കുമ്പോ ചൈതന്യപിണ്ഡമായിട്ടാണ് ജനിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതൊക്കെ നമ്മളുടെ ജീവിതം സമഗ്രമായിട്ട് നോക്കിയാൽ തന്നെ സമാധി അനുഭവമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ കുഞ്ഞ് ഒരു ചൈതന്യം മാത്രമാണ്. അതിന് കാണൽ കേൾക്കൽ ഒന്നുമില്ല. അത് സന്തോഷം. അതുകൊണ്ടാണ് നമുക്ക് ഒരു കുട്ടിയെ കാണുമ്പോൾ അത്ര സന്തോഷം വരുന്നത്. എന്താന്ന് വെച്ചാൽ അതിന് അനേകമായിട്ട് പിരിഞ്ഞിട്ടേ ഇല്ല, ഒരു ചിത്ത് മാത്രമാണത്. പതുക്കെ പതുക്കെ പതുക്കെയാണ് നമ്മൾ അതിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഇവിടെ നോക്കൂ, കിലകിലകിലകിലകില നോക്കെ കാണിച്ചു, അമ്മ അച്ഛൻ ആ ഊ എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇന്ദ്രിയങ്ങളെയായിട്ട് നമ്മൾ ഉണർത്തിയിട്ടില്ലെങ്കിലും ഉണരും. നമ്മൾ വെറുതെ പറയണു, നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോ കാണണമെന്ന് സങ്കല്പിച്ച് കണ്ണിലൂടെ പുറത്തേക്ക് വരും, ചെവിയിലൂടെ ഗ്രഹിക്കും, മൂക്കിലൂടെ മണക്കും, നാവിലൂടെ രുചിക്കും, ത്വക്കിലൂടെ സ്പർശിക്കും, അവസാനം ഞാൻ എന്ന് പറയും. ഒരു 1.5 വയസ്സ് 2 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പോ പറയാ ഞാൻ എന്നൊക്കെ പറയും, എന്റെ എന്നൊക്കെ പറയും. ഒക്കെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരികയാണ് അല്ലേ? സൃഷ്ടി കാണണമെങ്കിൽ ഒരു സ്ഥലത്ത് കണ്ടാൽ മതി, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടാൽ മതി. ഏകസ്ഥം പശ്യ, എല്ലായിടത്തും കാണാം. പിന്നെ അങ്ങനെ ഭഗവാൻ ഇവിടെ ഭഗവാന്റെ അടുത്ത് അനേക വക്ത്രം, അനേക മുഖങ്ങൾ, അനേക നയനം, അനേകം കണ്ണുകൾ, അനേക അദ്ഭുത ദർശനം, അനേക ആശ്ചര്യമായ ദർശനങ്ങൾ. ഇനിയിപ്പോ പറയണത് അനേക ദിവ്യാഭരണം എന്നാണ്. നമ്മൾ ഈ പറയണ ഈ നെക്ലസ്, വള, മാല, മോതിരം,
എന്തൊക്കെയോ ഉണ്ടല്ലോ അല്ലെ ആഭരണങ്ങള്. ഈ ആഭരണങ്ങളൊക്കെ എവിടുന്ന് വന്നു എന്ന് വെച്ചാൽ ആദ്യം ഭഗവാന്റെ അടുത്താണ് അത്ര അത് കണ്ടിട്ടാണ് മനുഷ്യൻ ഉണ്ടാക്കിയതെന്നാ പറയണത്. എല്ലാ ഇമാജിനേഷനും ഒരു സോഴ്സ് വേണമല്ലോ. സോഴ്സ് ആദ്യം ഈശ്വരന്റെ അടുത്താണ്. നമ്മൾക്ക് ഒറിജിനലായിട്ട് ഒന്നുമില്ല. അപ്പൊ ഭഗവാൻ ഈ കിരീടം കങ്കണം ഇതൊക്കെ ആ ഏത് കൊല്ലന്റെ അടുത്ത് പണിയെടുപ്പിച്ച് ചോദിച്ചൊക്കെ ഫൂളിഷ്നെസ് അല്ലേ? ഈശ്വരന്റെ അടുത്തുള്ള ആഭരണങ്ങൾ കണ്ടിട്ടാണ് അത്രയും മനുഷ്യൻ ആഭരണം അണിയാൻ തുടങ്ങിയത്. മനുഷ്യൻ ഈശ്വരന്റെ ഒരു മിനിയേച്ചർ ഫോമാണ്. അനേക ദിവ്യാഭരണം യോഗികളുടെ വിഷനാണ് അതൊക്കെ. യോഗികൾ ദർശിക്കുമ്പോൾ ചിലപ്പോ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഭഗവാനെ. സുവർണമയമായിട്ട് കണ്ടിട്ടുണ്ട്, സുവർണജ്യോതിയായിട്ട് കണ്ടിട്ടുണ്ട്, അനേക ദിവ്യാഭരണങ്ങളോടുകൂടെ കണ്ടിട്ടുണ്ട്, അനേക ദിവ്യ മാല്യാനുലേപനം ദിവ്യമാലകളോടുകൂടെ മണം സുഗന്ധം. ഗോപികകൾ പറയണു ഭാഗവതത്തിൽ കൃഷ്ണനെ അന്വേഷിച്ച് നടക്കണു. അപ്പൊ പറയണു ദാ എവിടെയോ കൃഷ്ണന്റെ മണം വരണു എന്നാണ്. കുലപതേഹേ ഇഹവാതി ഗന്ധ കുന്ദസ്രജ കുലപതേ ഇഹവാതി ഗന്ധ. മുല്ലപ്പൂവിനോടുകൂടെ കുങ്കുമം കലർന്ന് അതിൽ ഹരിയുടെ പരിമളമേന്തി കാറ്റു കൊണ്ടുവരണു. മുല്ലപ്പൂവിന്റെ മണത്തോടുകൂടെ കുങ്കുമം കലർന്ന് അതിൽ ഹരിയുടെ പരിമളത്തോടുകൂടെ മാരുതൻ വീശിക്കൊണ്ടുവരുമ്പോ ഓരോ കൃഷ്ണന്റെ ഒരു സുഗന്ധം വരേണ്ടതാണ്. മഹാപുരുഷന്മാരുടെ ജ്ഞാനത്തിനൊരു മണമുണ്ട്. രമണാശ്രമത്തിൽ വന്ന് നോക്കൂ, ഭഗവാന്റെ സന്നിധിയൊക്കെ മണക്കും, ആ ഹാളൊക്കെ മണക്കും, പഴയ സാധനങ്ങളൊക്കെ മണക്കും. ഒരു സുഗന്ധമുണ്ട്. ഭഗവാന്റെ കൃതി അക്ഷര മണമാല എന്നാണ്. അക്ഷരം എന്ന് വെച്ചാൽ ആത്മാവ് മണക്കുന്ന ഒരു മാല, അക്ഷരത്തിന്റെ മണമുള്ള മാല. ഭഗവാനെ അരുണാചല രമണസ്തുതി പഞ്ചക എഴുതിയ സത്യമംഗലം വെങ്കട്ടരമണയ്യ പറഞ്ഞു, എവിടെയോ ജ്ഞാനം മണത്തിട്ട് അത് മണം പിടിച്ചാണ് ഞാൻ ഇതുവരെ വന്നതെന്നാണ്. പൊന്നൊളിർ വടിവിനാനേ പൂരണവദനത്താനേ തന്നറും സ്വാനുഭൂതി ധരയലാം മണക്ക ഏഴை ധരയലാം മണക്ക ഭൂമിയൊക്കെ മണക്കണം. ഉന്നറും പുകഴை കേട്ടി ഉലകെല്ലാം തേടി വந்தேன் എന്നരുൾ ഇറയെ ജ്ഞാനരമണനെ ജ്യോതിക്കുன்றേ. ആ ജ്ഞാനത്തിന്റെ മണം അഹങ്കാരനാശമായി സ്വാനുഭൂതി ധരയലാം മണക്ക്. സ്വാനുഭൂതി ഭൂമിയിലൊക്കെ മണത്തു എന്നാണ്. ആ സുഗന്ധം ഇങ്ങനെ പരന്നു. സാധാരണ തന്നെ യോഗികൾ പറയും, സിദ്ധന്മാര് ചിലപ്പോ അശരീരികളായിട്ട് ചിലടത്ത് പ്രവേശിച്ചാൽ അവരെയൊക്കെ അറിയണത് മണം കൊണ്ടാണെന്നാണ്. ഒരു സുഗന്ധം, കാരണമില്ലാതെ ഒരു സുഗന്ധം വന്നാൽ ഏതോ മഹാപുരുഷന്മാരുടെ സാന്നിധ്യം ഉണ്ട് എന്നർത്ഥം. ഭക്തിക്കൊരു മണമുണ്ട് അല്ലേ? ഭക്തിക്കൊരു സുഗന്ധമുണ്ട്. കഴുത്തിൽ മാലയിട്ട് ഇതൊക്കെ ചെയ്യണത് അതൊരു സുഗന്ധം. ചന്ദനമൊക്കെ ദേഹത്ത് ധരിച്ച് അതൊക്കെ ഒരു സുഗന്ധം, ഭക്തിയുടെ ഒരു മണം. ഭാഗവത സമ്പ്രദായത്തിൽ ഇപ്പോഴും നാമസങ്കീർത്തനമൊക്കെ ചെയ്യുമ്പോൾ ഭജനയൊക്കെ പാടുമ്പോൾ കഴുത്തിൽ മാലയിട്ട് മേലെയൊക്കെ ചന്ദനം തേച്ചൊക്കെ ചെയ്യും. എന്തിനാ ചെയ്യണമെന്ന് പറയില്ല, എല്ലാം പണിയുണ്ടിരിക്കോ നാമ അല്ലയാ. രാമകൃഷ്ണ പരമഹംസർക്ക് മധുരഭാവ ഭക്തിയിൽ വന്നിട്ട് ശരീരം മുഴുവൻ ചുട്ടുനീറ്റൽ, എരിയൽ. ആ എരിച്ചൽ അടങ്ങാതായപ്പോ ഭൈരവി ബ്രാഹ്മണി ചെയ്തെടുത്ത് കഴുത്തിൽ മാല അണിച്ച് ശരീരം മുഴുവൻ ചന്ദനം തേച്ചു. അതാ സമ്പ്രദായം. ആ സമ്പ്രദായമാണ് ഇപ്പോഴും നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ ഭജന സമ്പ്രദായത്തിലൊക്കെ ശരീരത്തിൽ ചന്ദനം തേക്കലും മാലയിടലും ഒക്കെ. എന്താന്ന് വെച്ചാൽ ഉള്ളിൽ ഈ ഭാവഭക്തി വരുമ്പോൾ ഒരു എരിച്ചൽ വരും, ശരീരത്തിലൊക്കെ ഒരു ചൂട് വരും. അതിനൊരു പരിഹാരമാണ് ഈ ചന്ദനം, മാല, സുഗന്ധ വസ്തുക്കളൊക്കെ. ഈശ്വരന്റെ ഒരു സുഗന്ധമുണ്ട് അല്ലേ? തുളസി മണക്കുമ്പോ ഒരു വൈഷ്ണവ ഭാവം, ഒരു കൃഷ്ണന്റെ മണം. ഗുരുവായൂരപ്പനൊരു മണമുണ്ടെന്ന് ഭക്തന്മാർക്ക് അതാത് ഒരു മണമുണ്ട്, ഒരു സുഗന്ധമുണ്ട്. ഓരോരോ സമ്പ്രദായത്തിനൊരു സുഗന്ധമുണ്ട്, ഒരു മണമുണ്ട്.
കോയമ്പത്തൂർ വളരെ കാലത്ത് മുമ്പ് നമ്മളുടെ സത്സംഗം നടക്കുമ്പോ ഒരു ഭക്തൻ വന്നിരുന്നിട്ട് പറഞ്ഞു, அந்த என்னது அது அந்த சிவம் மணக்கிறது, ശിവം മണക്കണം എന്നാണ്. ആ ശിവം അദ്ദേഹം പറഞ്ഞ വാക്കതാണ്. ശിവം മണക്കരുത്, ശിവഭക്തിയുടെ ഒരു സുഗന്ധം. ദിവ്യഗന്ധാനുലേപനം, ദിവ്യമായ ഗന്ധം, ദിവ്യമായ ലേപം, ദിവ്യമാല്യാംബരധരം, ദിവ്യമായ മാലകള്, വസ്ത്രങ്ങള്, ഇതൊക്കെ ധരിച്ചിരിക്കണമെന്നാണ് ഭഗവാൻ. ഇതൊക്കെ ഇപ്പൊ നമുക്ക് ലോജിക്കലി മനസ്സിലാക്കാം. ഈ ലോജിക്കൊക്കെ അവസാനിപ്പിച്ചിട്ട് വിശ്വരൂപ ദർശനത്തിലേക്ക് വരാൻ പാടുള്ളൂ. ഇതൊക്കെ യോഗികളുടെ ദർശനമാണ്, വ്യാസന്റെ ദർശനമാണ്, ഭഗവാന്റെ ദർശനമാണ്. ഇതൊക്കെ അതേപടി തന്നെ കാണണം. അനേക ദിവ്യ മാല്യാംബരധരം, ദിവ്യ ഗന്ധാനുലേപനം, ദിവ്യമായ ഗന്ധം, അതിന്റെ ഒരു മണം, അനുലേപങ്ങള്, ഇതൊക്കെ കൂടെ അതിനായിട്ടൊരു അന്തരീക്ഷമുണ്ട്. സർവാശ്ചര്യമയം ദേവം, ഈശ്വരനിൽ എല്ലാ ആശ്ചര്യമുണ്ട്. ഭഗവാന് പേര് തന്നെ രാമതീർത്ഥ സ്വാമി പ്രഭാഷണം ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ഹി എന്ന് പറയും, ചിലപ്പോഴൊക്കെ ഷീ, ചിലപ്പോഴൊക്കെ ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഒരു ഫോറിനർ ചോദിച്ചു, സർ പ്ലീസ് ടെൽ മീ വെദർ യുവർ ഗോഡ് ഈസ് മിസ്റ്റർ ഓർ മിസ് ഓർ മിസ്സിസ്. You use all genders. അപ്പൊ രാമതീർത്ഥൻ പറഞ്ഞു, അവർ ഗോഡ് ഈസ് നെയ്തർ മിസ്റ്റർ നോർ മിസ് ഓർ മിസ്സിസ്, ഹി ഈസ് എ മിസ്റ്ററി. ഈസ് എ മിസ്റ്ററി. ആശ്ചര്യം, സർവാശ്ചര്യമയം, എല്ലാ ആശ്ചര്യം. ബ്രഹ്മം ആശ്ചര്യം അല്ലെ? ഉപനിഷത്ത് തന്നെ പറയണത് ജ്ഞാനിയെ ആശ്ചര്യമായി ലോകം കാണുന്നു, ജ്ഞാനത്തിനെ ആശ്ചര്യമായി കാണുന്നു, ബ്രഹ്മത്തിനെ ആശ്ചര്യമായി കാണുന്നു. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം, ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ, ആശ്ചര്യവത് ചൈനം അന്യശ്രുണോതി, ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ആശ്ചര്യമെന്ന് പറയണത് അന്തരാത്മാവിന്റെ ശ്രദ്ധാശക്തി ഉണരുമ്പോ മനസ്സിൽ വരുന്ന ഒരു സ്വാപ്നിക മണ്ഡലമാണ്. ആ സ്വാപ്നിക മണ്ഡലത്തിലാണ് ഈ ആശ്ചര്യം തന്നെ വരുന്നത് അല്ലെ? കുട്ടികൾക്ക് നോക്കൂ, എല്ലാത്തിലും ഒരു ആശ്ചര്യം. നമ്മൾക്ക് വയസ്സാകുമ്പോഴല്ല ഒന്നിലും ആശ്ചര്യം, എന്ത് വന്നാലും ചത്തുപോയി, പകുതി ചത്തുപോയി കഴിഞ്ഞു, ഒന്നിനും ആശ്ചര്യമില്ല. വരും, നടക്കും, നടക്കട്ടെ, എന്ത് നടന്ന ശരി. ഒന്നിനും ആശ്ചര്യമല്ല. എന്റെ ഉള്ളിൽ ശ്രദ്ധാശക്തി, ആശ്ചര്യം ഒരു സമാധിയാണ് അല്ലേ? സൂര്യൻ ഉദിക്കുമ്പോ ആശ്ചര്യം. വേദത്തില്, ഋഗ്വേദത്തില് സൂര്യോദയത്തിനെ സ്തുതിക്കണം ഋഷി. സൂര്യോദയം നമ്മൾ ദിവസം കാണുന്നത്, ഓരോ ദിവസവും സമാധിയാണ്. അത് ഉദിച്ചെങ്ങനെ വരുമ്പോ ഹിരൺമയേന പാത്രേന്, ദിവ്യത്വത്തിന്റെ എഴുന്നള്ളത്ത് എന്നാണ്. ശീവേലി പോലെ ഭഗവാൻ ദിവസം വരണം. അത് കാണാൻ കഴിയാതെയാണ് നമ്മൾ എവിടെയെങ്കിലും പോയി കാണണമെന്ന് നോക്കണം. അമ്പലത്തിൽ പോണോ, അവിടെ പോണോ, ടി വിയിലാണ് പലരും സൂര്യോദയം കാണുന്നത്. മുമ്പിലുണ്ട് ആശ്ചര്യം, ഈശ്വരന്റെ മിസ്റ്ററി, ഈശ്വരന്റെ ദിവ്യത്വം, സൗന്ദര്യം. അവിടെ എങ്ങനെ നോക്കിയ പ്രകൃതി മുഴുവൻ. അപ്പൊ മഴ പെയ്തത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് സമാധിയാണ്. മഴ ചെറുപറ് ചെറുപറ് ചെറുപറ്. ഞാൻ തന്നെ പെയ്യണു എന്നാണ് ഭഗവാൻ 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. വർഷാമി ഉത്സൃജാമി നിഗൃഹാമി, ഒക്കെ ഞാൻ തന്നെ. ആ വൃഷ്ടി ഞാനാണ്. ഈശ്വരന്റെ സ്വരൂപമല്ലേ അല്ലേ? രാമായണത്തിൽ ഭഗവാൻ ഇങ്ങനെ വർണ്ണിക്കണു. മഴ, കേരളത്തിലെ മഴയാണ് ഭഗവാൻ വർണ്ണിക്കുന്നത്. കിഷ്കിന്ധയിൽ വന്നിട്ട്, നമ്മുടെ നാടാണല്ലോ, അവിടെ വന്ന് പമ്പയുടെ തീരത്തുനിന്നാണല്ലോ പറയണതല്ലേ അല്ലേ? നമ്മുടെ നാടാണ്. അപ്പോ സ്വഭാവം തിരി അതേപോലെ തന്നെ. അപ്പൊ നമുക്ക് അവിടെ വന്നിട്ടാണ്, അവിടെ പ്രസ്രവണഗിരിയിൽ ഇരുന്നിട്ടാണ് ഭഗവാൻ പറയണത്,
നോക്കൂ, ആ മേഘം ഇങ്ങനെ വന്ന് മഴ പെയ്യുമ്പോ അത് വാൽമീകിയുടെ സമാധിയാണ്. കിഷ്കിന്ധാകാണ്ഡത്തില് വാൽമീകി പറയണു, എന്താ, നവമാസധൃതം ഗർഭം ഭാസ്കരസ്യ ഗഭസ്ഥിഭിഃ പീത്വാരസം സമുദ്രാണാം ദ്യൗഃ പ്രസൂതേ രസായനം. പീത്വാരസം സമുദ്രാണാം, സമുദ്രത്തിലെ ജലം കുടിച്ച് 9 മാസം ഗർഭം ധരിച്ച് ആകാശദേവത അമൃതത്തിനെ പ്രസവിക്കുന്നു എന്നാണ്. അമൃതവൃഷ്ടികൾ. അതൊരു സമാധിയാണ്. കാണുമ്പോ ആശ്ചര്യം. എന്തിലാ ആശ്ചര്യം? ഒരു പുഷ്പം വിരിയണത് ആശ്ചര്യം, ഒരു വണ്ട് വന്നിരിക്കണത് ആശ്ചര്യം. ഇതൊക്കെ ഭഗവാന്റെ ആശ്ചര്യത്തിലോ. കമ്പൻ, കവി ചക്രവർത്തി എന്ന് പറയുന്ന തമിഴ് രാമായണം എഴുതിയ കമ്പൻ രാമായണം എഴുതി. എല്ലാവരും ആശ്ചര്യം 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 എന്നു. ഔവ്വയാർ, മഹാഭക്തയായ ഔവ്വയാർ, ഇതിലെന്ത് ആശ്ചര്യമുള്ളത്? ഒരു തൂക്കണാങ്കുരുവി കൂട് കെട്ടണു, അത് കണ്ട് ആശ്ചര്യപ്പെടാതെ ഈ കമ്പന്റെ പാട്ടിനെയാണോ? ഇതിന് 2 പാട്ട് ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അത്രയും. ഒരു തൂക്കണാങ്കുരുവി കെട്ടുന്ന കൂട് കണ്ട് ആശ്ചര്യപ്പെടാതെ നിങ്ങൾ ഒരാൾ കുറെ വാക്കുകളെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് എന്തോ കവിത എഴുതി എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെടണം. ഇവിടെ മുഴുവൻ ഈശ്വരന്റെ ആശ്ചര്യമാണ്. സർവാശ്ചര്യമയേ അച്യുതേ സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ആശ്ചര്യത്തിനൊരു അന്തമേല. എവിടെ നമുക്ക് അനന്തം വിശ്വതോമുഖം. ഭഗവാൻ ഒരേ രൂപത്തിൽ വന്നാൽ ബോറടിക്കില്ലേ? അതുകൊണ്ട് ഭഗവാൻ ഒറിജിനലാണ്. നോക്കൂ, ഒരാളെ പോലെ ഉണ്ടോ നോക്കൂ. നമ്മളൊരു 10 ഇതിട്ട് കഴിഞ്ഞാൽ ഒരേപോലെ അല്ലേ? ഒക്കെ സൈക്കോളജിസ്റ്റ് മെഷീൻ പോലെയാണ്. എല്ലാം ഒരേപോലെ കോപ്പി അടിച്ച പോലെ. നമുക്ക് വേറെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. നമ്മളുടെ സ്പെഷ്യാലിറ്റി എല്ലാം ഒരേപോലെ. ഈശ്വരന്റെ സ്പെഷ്യാലിറ്റി ഒന്നും ഒരേപോലെയല്ല. എല്ലാം വേറെ 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 വേറെ. എത്ര ആളുകൾ വന്നു, എല്ലാം വേറെ വേറെ. എന്റെ ഈശ്വരനും ഒരു വലിയ കവിം പുരാണം അനുശാസിതാരം. വലിയ കവിയാണ്. ഓരോരാളും ഓരോ വ്യക്തിയും ഈശ്വരന്റെ ഒരു കവിതയാണ്. ഓരോരുത്തരുടെ ജീവിതവും ഈശ്വരന്റെ ഒരു നോവലാണ്. സാഹിത്യ അക്കാദമി അവാർഡൊന്നും കൊടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും കോണവുമാണ് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് അതിനൊരു അവാർഡൊക്കെ നമ്മൾ വാങ്ങിക്കും. ജ്ഞാനപീഠമോ എന്തെങ്കിലും പീഠം. ഓരോരാളുടെ ജീവിതവും ഈശ്വരന്റെ ഒരു നോവൽ പോലെയാണ്. ഒരു ഫിക്ഷനാണത്. സർവാശ്ചര്യം. ഒരാളുടെ ജീവിതം പോലെ ഇല്ലേ വേറെ ഒരാളുടെ, അല്ലേ? റെഡിമെയ്ഡായിട്ട് അടുത്ത മൊമെന്റിൽ എന്താണെന്ന് മനസ്സിലാവില്ല. അതാണ് അതിന്റെ എക്സ്റ്റസി. ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ എന്ത് സംഭവിക്കുക അറിയില്ല. ആ അറിയായ്മയിലാണ് ഈശ്വരത്വം ഇരിക്കുന്നത്. അറിയില്ല. ഒക്കെ അറിഞ്ഞു വെച്ചാൽ ബോറടിക്കും, അല്ലേ? നിങ്ങൾ ജ്യോത്സ്യം എന്ത് പറഞ്ഞാലും ഒന്നും ശരിയാവില്ല. നാടി ജ്യോത്സ്യം, പഴയ നമ്മളുടെ പേര് ഈരൊക്കെ പറയാം. അതൊരു ആശ്ചര്യം. അത് ഭഗവാൻ വെറുതെ നമ്മളുടെ അടുത്ത് കളിക്കുകയാണ്. ഒക്കെ പറഞ്ഞിട്ട് ഫ്യൂച്ചർ പറഞ്ഞു നോക്കൂ, ഒന്നും ശരിയാവില്ല. എന്താ? അത് ഭഗവാന്റെ മണ്ഡലമാണ്. ആശ്ചര്യം. എല്ലാം അനന്തം. ദേവം വിശ്വതോ മുഖം. എവിടെ നോക്കിയാലും ഓരോരാളുടെ മുഖം കാണുമ്പോൾ ഈശ്വരനാണ് മുഖത്തിലൂടെ നമ്മൾ നോക്കണത്. ഈഗോവിനെ നോക്കാൻ പാടില്ല, അഹങ്കാരത്തിന് നോക്കാൻ പാടില്ല. അതവിടെ കിടക്കട്ടെ. അതല്ലാതെ അതിനകത്ത് വിശ്വതചക്ഷുഹു എന്ന് വെച്ചാൽ എല്ലാ ചക്ഷുസിലൂടെയും ഭഗവാൻ കാണുന്നു. വിശ്വതചക്ഷുരുത വിശ്വതോ മുഖോ. എല്ലാ കൈയിലൂടെയും ഭഗവാൻ. ഇത് അറിഞ്ഞ ആൾക്ക് എല്ലാ കൈയിലൂടെയും ഭഗവാൻ ആശീർവദിക്കും. എല്ലായിടത്തും ഭഗവാന്റെ ഹാർട്ട്, ഹൃദയം, ദാറ്റ് യൂണിവേഴ്സൽ ഹാർട്ട് ഈസ് ത്രോബിംഗ്. വിശ്വതോ മുഖം ദേവം അനന്തം സർവാശ്ചര്യമയം ദിവ്യഗന്ധാനുലേപനം ദിവ്യമാല്യാംബരധരം അനേക വക്ത്രനയനം അനേക അദ്ഭുത ദർശനം.
അധ്യാത്മ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഓരോ മൊമെന്റും ത്രില്ലാണ്. നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ഒന്നും ആവശ്യമില്ല. അതാണ് പൂന്താനം പറഞ്ഞത്, മായ കാട്ടുന്ന ജാലങ്ങൾ കാണുമ്പോൾ ജായ കാട്ടുന്ന ജാലങ്ങൾ ഗോഷ്ഠികൾ. മായ കാട്ടുന്ന ജാലങ്ങൾ തന്നെ ജ്ഞാനിക്ക് ഈശ്വരന്റെ തന്നെ പ്രകടനമാണത്. ഒക്കെ ഈശ്വരന്റെ തന്നെ മാനിഫെസ്റ്റേഷൻസ് ആണ്, വൈഭവമാണ്. അതൊരു പ്രത്യേക സാധനമല്ല. എല്ലാം ഓരോരോ ഫോമും ഒരു അവതാരം. ഈ ജഗത്ത് എന്ന് പറയുന്നത് ആദ്യോ അവതാരോ പരമേശ്വരസ്യ, ഈശ്വരന്റെ ആദ്യ അവതാരമാണ് ജഗത്ത്. എല്ലാത്തിന്റെ രൂപത്തിലും ഭഗവാൻ വിശ്വത്തോ മുഖം, എവിടെ നോക്കിയാലും ഭഗവാൻ അവിടെ കാണുന്നു. ദിവിസൂര്യസഹസ്രസ്യ ഭവേദ്യുഗപദുത്ഥിതാം യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. 1000 സൂര്യൻ ഉദിച്ച പോലെ ഉള്ള ജ്യോതി. ഒരു സൂര്യനെ നമുക്ക് കാണാൻ വയ്യ, ഒരു സൂര്യനെ നോക്കാൻ വയ്യ. ദിവി സൂര്യസഹസ്രസ്യ ഭവേത് യുഗപദ്, ഒറ്റ അറ്റ് എ ടൈം, യുഗപദ് അറ്റ് എ ടൈം ഉത്ഥിത, ഉണർന്ന പോലെ 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ച പോലെ ഒരു പ്രകാശം നിങ്ങൾക്ക് ഭാവന ചെയ്യാമെങ്കിൽ അതിന് തുല്യമായ പ്രകാശത്തോടുകൂടി ഭഗവാൻ ജ്വലിച്ചു എന്ന് വെച്ചാൽ ഈ കണ്ണുകൊണ്ട് കണ്ടില്ല എന്നർത്ഥം. ഈ കണ്ണുകൊണ്ട് 1000 സൂര്യനൊന്നും കാണാനൊന്നും പറ്റില്ല. ഒരു സൂര്യനെ ഉദ്യന്തം ആദിത്യം നേക്ഷേത, സൂര്യനെ ഉദിച്ച് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്, നല്ലതല്ല എന്നൊക്കെയാണ്. 1000 സൂര്യൻ ഉദിക്കുന്നു എന്ന് വെച്ചാൽ സ്വയം പ്രകാശമാനമായ വസ്തു. അങ്ങനെ ഇറ്റ് ഈസ് നോട്ട് ത്രൂ ദ ലിമിറ്റേഷൻ ഓഫ് ദ സെൻസസ്. ഇന്ദ്രിയങ്ങളുടെ പിടി കൊണ്ടൊന്നുമല്ല, ഇന്ദ്രിയങ്ങളുടെ പിടിക്ക് അപ്പുറത്താണ് അതിനെ ജ്വലിക്കുന്നത്. അതുകൊണ്ട് അനേക സൂര്യന്മാരെന്നൊക്കെ പറയുന്നത് എന്താ, ഇന്ദ്രിയഗ്രാഹ്യമല്ല, അത് അതുകൊണ്ട് തന്നെ ഗ്രഹിക്കുകയാണ്. ആ വസ്തു കൊണ്ട് തന്നെ, ഈശ്വരനെ കൊണ്ട് തന്നെ ഈശ്വരനെ കാണുകയാണ്. അങ്ങനെ അർജുനൻ കണ്ടു എന്ന് പറഞ്ഞ് തത്രൈകസ്തം ജഗത് കൃഷ്ണം പ്രവിഭക്തമനേകധാ അപശ്യദ്ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തഥാ. തത്ര അവിടെ ഏകസ്ഥം, ഒരേ അധിഷ്ഠാനത്തില് കൃഷ്ണം ജഗത്, അനേകം പ്രവിഭക്തം, അനേക രൂപത്തിലുള്ള ഈ ജഗത്തിനെ കണ്ടു. ദേവദേവസ്യ ശരീരേ, ആ പരമേശ്വരന്റെ ദേവദേവനായ ഭഗവാന്റെ ശരീരത്തില് പാണ്ഡവൻ അത്രയും വിശ്വം ബ്രഹ്മാണ്ടം മുഴുവൻ ഒരു സ്ഥലത്ത് കണ്ടു. തുടർന്ന് ഉള്ള ശ്ലോകങ്ങൾ നമ്മൾ നാളെ കാണാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല